നമസ്കാരം. ഹായ് ഓൾ. എല്ലാവർക്കും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒന്ന് മെസ്സേജ് ചെയ്യാമോ? രണ്ടുണ്ടെങ്കിൽ ടു എന്ന് എഴുതിയിട്ടുന്നൊരു മെസ്സേജ് ഇടാം. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ടു. ഓക്കെ, ഗുഡ്. വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എത്ര ആളുകൾക്കറിയാം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് കേട്ടിട്ടുള്ളവര് ജസ്റ്റ് കമന്റിൽ വൈ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കുക. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD എന്ന് പറയും. NPDയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം 50 മുതൽ 75% വരെ പുരുഷന്മാരിലും 25% സ്ത്രീകളിലുമാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരിക്കലും പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല. ഏതൊരു പേഴ്സണാലിറ്റിയും സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഉള്ളതാണ്. പക്ഷേ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ക്ലസ്റ്റർ ബിയുടെ സ്ഥാനത്താണ്. ക്ലസ്റ്റർ ബിയിലാണ് ABC എന്ന് പറഞ്ഞിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ക്ലസ്റ്റർ ബിയിലാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത്. ഞാനൊരു ഒരു ഹിസ്റ്ററി പറയാം. ഒരു കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടുണ്ട്. ഒരുപാട് സന്തോഷത്തോടൊക്കെ ജീവിച്ചിരുന്ന ആ കുട്ടിയെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരൊക്കെ ഏറ്റവും നല്ല ഭാഗ്യമുള്ള കുട്ടിയായിട്ട് കണ്ടിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവിധ സൗകര്യത്തോടെയും സന്തോഷത്തോടെയൊക്കെ മുന്നോട്ട് പോകുന്നു, ടൂറ് പോകുന്നു, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ഇഷ്ടം പോലെ യാത്രകളും പർച്ചേസുകളൊക്കെ ആയിട്ട് ആ കുട്ടി വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുട്ടിയായിരുന്നു. എല്ലാവരുടെ കണ്ണിലും ആ കുട്ടി ഏറ്റവും ഭാഗ്യമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തപ്പെട്ട കുട്ടിയായിട്ട് മാറി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി സ്വന്തം വീട്ടുകാരെ അറിയിക്കുകയാണ്, എനിക്ക് ആ പുരുഷന്റെ കൂടെ മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന് അറിയിക്കുകയാണ്. ഇത് കേട്ട വീട്ടുകാർ ഞെട്ടുകയാണ്. എന്തുകൊണ്ട് ഇത്രയും സൗകര്യത്തിലായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറഞ്ഞു കൊടുത്തപ്പം വീട്ടുകാരൊക്കെ വളരെ നിസാരമായ രീതിയിൽ അതിനെ കണ്ടിട്ട് പറയാണ്, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇതൊക്കെ തരണം ചെയ്ത് കടന്നു വന്നവരാണ്. ചോദിക്കാണ്, ആൾക്ക് എന്തെങ്കിലും ദുശ്ശീലങ്ങളുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയർ അല്ലെങ്കിൽ ലഹരിക്കടിമ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയാൻ, ഇല്ല. നിന്നെ തല്ലാറുണ്ടോ? ഇല്ല. വീട്ടിലെ കാര്യങ്ങൾ ചെലവൊക്കെ നോക്കുന്നില്ലേ? കുട്ടികളുടെ കാര്യം നോക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? ആ കുട്ടി പറയുന്നു, ഞാൻ ഇമോഷണലി അബ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നത് എത്രത്തോളം ഭീകരമാണ്, ഭയാനകമാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്തത്രയും ഭീകരമായൊരവസ്ഥയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ. ശരിക്കും പറഞ്ഞാല് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശ്രമം ഫലവത്താകില്ല, അത് മാറില്ല എന്നുള്ളതാണ് സൈക്കോളജിയിലും മറ്റുള്ള പഠനങ്ങളിലൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രശ്നം എനിക്കുണ്ടെന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നുള്ളൂ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിലുള്ള ആളുകളുടെ ഒന്നാമത്തെ പ്രശ്നം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, എൻ്റെ മുന്നിലുള്ള ആളുകളൊക്കെയാണ് ഓക്കെ ആവേണ്ടത്, ഇവരുടെ കാര്യത്തെ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല എന്നതുകൊണ്ട് തന്നെ ഈ NPD നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ
ജീവിതത്തിൽ നിന്നും മറ്റൊരു തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാറില്ല, പലപ്പോഴും പരാജയപ്പെടും. കൗൺസിലിംഗ് പോലത്തെ സംവിധാനങ്ങളിലൂടെയും തെറപ്പികളിലൂടെയൊക്കെ ഇവരെ മാറ്റിയെടുക്കാൻ ഇവര് തീരുമാനം എടുക്കുന്ന മുറയ്ക്ക് ഒരു പരിധി വരെ, ഞാനതിനെ അടിവരായിട്ട് പറയാം, ഒരു പരിധി വരെ സാധ്യമാകാറുണ്ട്. പക്ഷെ ഇവരതിന് സമ്മതിച്ചു കൊടുക്കുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത് എല്ലാം ഒരേ ടൈപ്പിലല്ല ഇതിന്റെ ബിഹേവിയർ പാറ്റേണുകൾ ഉണ്ടാവാറുള്ളത്. ഒരേപോലെയല്ല ഈ NPD ഉള്ളവരെ നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഗ്രാൻഡിയോസ് പേഴ്സണാലിറ്റി എന്ന് പറയും. ഗ്രാൻഡിയോസ് എന്ന് വെച്ചാൽ ഓവേർട്ട് നാർസിസം എന്ന് പറയും. അത് പ്രകടമാണ്. അതിന്റെ പ്രത്യേകത, ഈ നാർസിസത്തിൽ എല്ലാത്തിലും ഉണ്ടാകുന്നത് ഒരേ ട്രൈറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ എന്ന ഭാവം, സ്വന്തത്തെ മാത്രം സ്നേഹിക്കുക, സ്വന്തത്തിനോട് മാത്രം ഇഷ്ടം തോന്നുക, സ്വന്തത്തിനു വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക, കൂടെയുള്ളവരൊക്കെ എന്നെ അംഗീകരിക്കണം, എന്നെ പരിഗണിക്കണം, എനിക്ക് അപ്രിസിയേഷൻസ് തന്നുകൊണ്ടിരിക്കണം. ഇതാണ് സ്നേഹമെന്നാണ് അവര് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് തരാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ടൂളുകളായിട്ട് ജീവിതത്തിൽ ഇവര് പലരെയും കൊണ്ട് നടക്കാറുണ്ട്. ഈ കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാര്യമാരുണ്ടാവാറുണ്ട്, ഭർത്താക്കന്മാരുണ്ടാവാറുണ്ട്, അച്ഛനമ്മമാരുണ്ടാവാറുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാവാറുണ്ട്, കൂടെയുള്ള കൊളീഗ്സ് ഉണ്ടാവാറുണ്ട്, സുഹൃത്തുക്കൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ഒരുപാട് ആളുകൾ. ഈ നാർസിസത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായി നിങ്ങൾ അതിലേക്ക് കണക്റ്റഡ് കണക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തെളിയും. പല പല ആളുകളുടെ ചിത്രം നിങ്ങളെ അയൽവാസികളെ തെളിയും. ഒരു പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ തെളിയും. ഞാൻ എവിടെയാണ്, ഞാനെന്ന വ്യക്തിയെ തെളിയും. ഇങ്ങനെ ഒരുപാട് നിഗൂഢതകളിലേക്കാണ് നമ്മൾ ഈ NPD എന്നുള്ള വിഷയമായിട്ട് സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ആ NPD എന്നൊരു വിഷയത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കാനും ഇതിനകത്ത് പെട്ടുകിടക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും അത്തരത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് നമ്മളെ സംരക്ഷിച്ചെടുക്കാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇതിനെ കേൾക്കാനായിട്ട് തയ്യാറെടുപ്പോടെ തന്നെ ഇരിക്കുന്നു എന്നതിന് വൈ എന്നൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് ഒന്നാമതായിട്ട് വേണ്ടത് പവറാണ്. രണ്ടാമത് വേണ്ടത് കൺട്രോളാണ്. പവർ ആൻഡ് കൺട്രോൾ ആണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും മുഖമുദ്ര. ഇത് ഉണ്ടാക്കാനായിട്ട് പലപ്പോഴായിട്ട് ഇവർ തിരഞ്ഞെടുക്കാറുള്ളത് വളരെ വൾറബിൾ ആയിട്ടുള്ള, ദുർബലരായിട്ടുള്ള ആളുകളെയാണ് ജീവിത പങ്കാളിയായിട്ടും മറ്റും തിരഞ്ഞെടുക്കാറുള്ളത്. എന്ന് വെച്ചാൽ വല്ലാതെ എമ്പതൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ, ഇവർക്ക് ആ എമ്പതി ഒരിക്കലും ഇല്ല. തൊട്ടു മുന്നിലുള്ള ആളുകളെ എമ്പതൈസ്ഡ് ആയിട്ട് കാണാനുള്ള കഴിവ് ഒരിക്കലും ഇവർക്കില്ല. ആയതുകൊണ്ട് തന്നെ ഇവരെ മാത്രം സ്നേഹിക്കുന്നവരും പരിഗണിക്കുന്നവരും മാത്രമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സംഭവമാണ്, എന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാല് സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, തള്ളലുകൾ എന്നൊക്കെ പറയും നമ്മൾ. എവിടെ പോയാലും ഇവരൊരു സെൻട്രൽ പോയിന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇവരാരെങ്കിലും അംഗീകരിക്കാതിരിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ആളുകളോട് ഒരു പ്രത്യേകമായ ദേഷ്യവും വാശിയും പകയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കൂട്ടരായിരിക്കും. അതായത് നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഇവർക്ക്. സംസാരങ്ങൾ കൊണ്ട് ആരെയും വശീകരിക്കും. നല്ല കരിസ്മാറ്റിക്, ചാമിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റി. ഒരു പ്രാവശ്യം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും. ആരെയും പെട്ടെന്ന് ഹഠാത് ആകർഷിക്കുമെന്നൊക്കെ പറഞ്ഞതുപോലെ മറ്റുള്ളവരിലും മതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികൾ, വസ്ത്രധാരണം, ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല നല്ല വേഷവിധാനങ്ങൾ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യത്തിൽ ഒക്കെ അടിപൊളിയായിട്ടുള്ള രീതിയിൽ നടക്കുന്ന, ആരെയും ആകർഷിക്കുന്ന പേഴ്സണാലിറ്റി. ഇത്
ഗ്രാൻഡ്യോസ്, അതായത് ഓവേർട്ടായിട്ടുള്ള നാർസിസമാണ്. നമുക്കിതിനെ കാണാൻ കഴിയും. മറ്റൊന്നുണ്ട് കോവേർട്ട് നാർസിസം, നമുക്ക് കാണാൻ കഴിയാത്ത പേഴ്സണാലിറ്റി. അതിലേക്ക് നമുക്ക് രണ്ടാമത് കടക്കാം. നമ്മൾ ഈ ഓവേർട്ട് നാർസിസത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇവരുടെ ഇരകളായിട്ടുള്ള മാറുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇവരുടെ ഇരകൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഈ നാർസിസത്തിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് കാണാറുള്ളത്. അതായത് ഈ അനുഭവിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് ഏറെ കഷ്ടപ്പെടാറുള്ളത്. ഇവരുടെ ജീവിത രീതി ഇതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഭാര്യ ഭർത്തൃബന്ധം, പാരന്റ്സ് കുട്ടികൾ തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരന്മാരുള്ള ബന്ധം, ഇങ്ങനെയൊക്കെ നമുക്ക് പതിയെ പതിയെ ഇങ്ങനെ കയറിപ്പോകാം. നമുക്ക് ആദ്യം ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. പലപ്പോഴും നമുക്ക് ഭാര്യമാരെന്ന് ചർച്ച ചെയ്യാം. ഭാര്യമാര് NPD ഉള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പൊതുവെ ഹസ്ബൻഡ് സൈഡ് വീക്കായിട്ട് മാറാറുണ്ട്. ഇവര് പവർ ആൻഡ് കൺട്രോള് ഇവര് ഏറ്റെടുത്തിട്ട്, നമ്മൾ ചില വീടുകളിലേക്ക് പറയാറില്ലേ, അവിടെ ഭാര്യയാണ് ഭർത്താവ്, ഭർത്താവ് ഭാര്യയാണ് എന്നൊക്കെ പറയുന്ന ചില വീടുകളെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ പല ദമ്പതിമാരെയും കാണാറുണ്ട്. ഇവരുടെ ഒരു പ്രത്യേക രീതി എന്ന് വെച്ചാൽ, സ്ത്രീകളിലെ നാർസിസം ഏറ്റവും മനോഹരമായിട്ട് അണിഞ്ഞൊരുക്കി നടക്കാനൊക്കെ ഇവര് ശ്രമിക്കും. നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും സെൻട്രൽ പോയിന്റ് ആയിട്ട് ഇവർ അവിടെ ഉണ്ടാകും. അതായത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലൊക്കെ നമ്മൾ പറയാറില്ലേ, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കാന്നൊക്കെ, മറ്റുള്ളവരില് വേറൊരു തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഭർത്താവിനെ പരമാവധി താഴ്ത്തിക്കെട്ടിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ചെറിയ 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 ചുമ ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ വരുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളെ എന്ത് ചെയ്യും, താഴ്ത്തിക്കെട്ടി ആ കാര്യത്തെ വലുതാക്കി ആ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ കുറ്റങ്ങൾ പറയും. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ല, അദ്ദേഹത്തിന് കഴിവില്ല, ഞാനൊരാളാണ് ഈ വീട് കൊണ്ടിടക്കുന്നത്, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്ന തരത്തില് ഇവര് ഭർത്താക്കന്മാരെ താഴ്ത്തിക്കെട്ടി നടക്കുന്ന ആളുകളായിരുന്നു. കള്ളത്തരം നന്നായിട്ട് പറയും. പെട്ടെന്ന് എന്താണ് മറ്റുള്ളവര് വിശ്വസിക്കുന്ന തരത്തിലുള്ള കള്ളത്തരങ്ങൾ പർപ്പസ്ഫുള്ളി പറയുന്നവരായിരിക്കും ഇവര്. കള്ളത്തരം പറയുമ്പോൾ അതൊരു കളവാണെന്ന് അവർക്ക് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ദീർഘകാലം ഇവരോടൊപ്പം ജീവിച്ചിട്ടുള്ള ഭർത്താക്കന്മാരൊക്കെ പലപ്പോഴും തന്റെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നിൽ നിന്നും അകറ്റുന്ന തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് കുടുംബത്തോട് എല്ലാം തെറ്റുകയും അവരോട് വഴക്കിടുകയും എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇവർ തിരിച്ചറിയുക, ഞാനെന്നൊരു വ്യക്തി ഏത് ലൂപ്പിനകത്താണ് പെട്ടത് എന്ന് ഇവര് തിരിച്ചറിയാറുള്ളത്. അങ്ങനെയാണ് ഈ സ്ത്രീകളിലെ നാർസിസം അനുഭവപ്പെടാറുള്ളത്. ഈ സ്ത്രീകളിൽ തന്നെ ഞാൻ പറഞ്ഞു ഓവേർട്ട് ഉണ്ട്, കോവേർട്ട് ഉണ്ട്. കോവേർട്ടിലേക്ക് നമുക്ക് സ്ത്രീകളിലേക്ക് കടന്നു പോകാം. ഇത്തരത്തിലുള്ള അമ്മമാരായിട്ടുള്ള സ്ത്രീകളിൽ ഇവരുടെ കുട്ടികൾ ഇതിന്റെ അനന്തരഫലമായിട്ട് വലിയ രീതിയിൽ ബാധിക്കപ്പെടുന്ന മക്കളായിട്ട് മാറാറുണ്ട്. ഈ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ ഇവർക്കുള്ളിൽ കുത്തിവെച്ചിട്ടുള്ള ഈ NPD പേഴ്സണാലിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ മറ്റൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് മാറാനും കാരണമാകാറുണ്ട്. ഇനി നമുക്കിതിനെ പുരുഷന്മാരിലേക്ക് വരികയാണെങ്കിൽ, ഭർത്താക്കന്മാരുടെ നാർസിസം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്. എന്റെയൊക്കെ കേസ് ഹിസ്റ്ററിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടനവധി സമീപകാലങ്ങളിലൊക്കെ ഒട്ടനവധി ഈ നാർസിസത്തിന്റെ പിടിയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ സ്വയം തിരിച്ചറിഞ്ഞ് പലരും ഹീലായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പലരും ഈ ട്രാപ്പിനകത്ത് ഇപ്പോഴും പുറത്തു പോരാൻ കഴിയാതെ അതിനകത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, തുടക്കകാലത്ത് നന്നായിട്ട് സ്നേഹിക്കും. ലവ് ബോംബിങ് എന്നൊക്കെ പറയും. ലവ് ബോംബിങ് വലുതായിട്ടൊന്നും ആയിരിക്കണം എന്നില്ല. എന്ന് വെച്ചാല് നല്ല കെയറിങ്, ഇത് റിലേഷൻഷിപ്പിലേക്ക് കണക്ട് ചെയ്യാം, ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് കണക്ട് ചെയ്യാം. ഇതിലൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാകും. ലവ് ബോംബിങ് നടത്തിയിട്ട് നല്ല നല്ല യാത്രകൾ, നല്ല നല്ല സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുക, പിന്നെ മോളെ പൊന്നെ എന്നൊക്കെ വിളിക്കുക. ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പം ഈ ഇരയുടെ മുഴുവൻ ക്യാരക്ടറിനെയും പച്ചയായിട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കിയെടുത്ത്
തൻ്റെ വലയത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാജിക്കൽ മൊമെന്റ് ഇവർ നടത്താറുണ്ട്. അതായത് പതിയെ പതിയെ പിന്നീട് എന്ത് ചെയ്യും, കുടുംബങ്ങളിലുള്ള പലരെയും പതിയെ പതിയെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രണ്ട് സർക്കിളുള്ള ആളുകളെ പതിയെ പതിയെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. തൻ്റെ പങ്കാളിക്ക് ഇഷ്ടമുള്ള ആളുകളെ മുഴുവനും എന്ത് ചെയ്യും, കുറ്റക്കാരാക്കി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവരെ മോശക്കാരാക്കി ചിത്രീകരിച്ച് അവരിൽ നിന്ന് അകൽച്ചയുണ്ടാക്കിയിട്ട് ഇവരെ തന്നിലേക്ക് മാത്രം ഒതുക്കുന്ന ഒരു രീതി. ഭാര്യമാര് പലപ്പോഴും വിചാരിക്കല് എൻ്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പറയും ചെയ്യും, എനിക്ക് നീയും നിനക്ക് ഞാനും, നമുക്ക് നമ്മൾ ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ ഭാര്യമാര് വിചാരിക്കും, ഹാവ് എത്ര മനോഹരമായിട്ടുള്ള നല്ലൊരു ഭർത്താവാണ് എന്നൊക്കെ കരുതിയിട്ട് പലരിലുമുള്ള ബന്ധങ്ങൾ ഇവർ ഷെയർ ചെയ്യുന്ന ഇടങ്ങളെ പോലും കട്ട് ചെയ്തിട്ട് തന്നിലേക്ക് മാത്രം ചുരുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ പിന്നീട് പതിയെ പതിയെ ഇവരുടെ ക്യാരക്ടറിനെ ഇവർ പുറത്തെടുത്ത് തുടങ്ങും. ഈ പുറത്തെടുക്കുന്നത് എങ്ങനെയാ? ഫിസിക്കലി അബ്യൂസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇവരെ മെന്റലി ടോർച്ചർ ചെയ്യാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇവരിങ്ങനെ കയറിപ്പോകും. ഇവരുടെ കഴിവുകളെ പതിയെ ഇല്ലാതാക്കുന്ന തരത്തില്, ഇവർക്കുള്ള ക്വാളിറ്റീസിനെ ഇവരെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തില്, ജോലിക്ക് പോകാൻ തീരുമാനമെടുത്തു നിൽക്കുന്ന ആളുകളെ ജോലിക്ക് പതിയെ പറഞ്ഞേക്കാതെ നീ പോയാൽ എനിക്ക് ഇവിടെ ആരാ എന്നൊക്കെ ചോദിച്ച്, എൻ്റെ അടുത്ത് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഭാര്യ ജോലിക്ക് പോകണമെന്ന് ഉറച്ച തീരുമാനം എടുക്കുകയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അപേക്ഷകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം, ഒരു 2-3 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അതിനുള്ളിൽ ഭാര്യയ്ക്ക് ജോലി കിട്ടും. അതിൽ ഇദ്ദേഹം ചെയ്തത് ഭാര്യയെ ബോധപൂർവം ഗർഭിണിയാക്കി. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ജോലിക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ ഒരു ഉത്തരവാദിത്തത്തെ തലയിലേക്ക് ഇട്ടുകൊടുത്തു. ഇനി കുറച്ച് മാസക്കാലം ഗർഭവും പ്രസവവും ഒക്കെ ആയിട്ട് പ്രാരാബ്ധങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രാരാബ്ധങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഇവര് തൻ്റെ അടുത്ത് നിന്ന് പോകില്ല എന്ന ഉറച്ച വിശ്വാസം ഇവർക്കുണ്ടാവും. അങ്ങനെ ഇവര് പതിയെ പതിയെ ഇവരുടെ മെന്റൽ ടോർച്ചറിങ് നടത്തിക്കൊണ്ടിരിക്കും. മെന്റൽ ടോർച്ചറിങ് നടത്തുമ്പം പലപ്പോഴായിട്ട് ഇവര് പ്രതികരിച്ചു തുടങ്ങും. ഇവർക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ പ്രതികരണമാണ്. ഇവരോട് ആർഗ്യുമെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പം പ്രതികരിച്ച് അവരെ തളർത്തുന്ന, പ്രതികരിക്കാൻ കഴിയാത്തവരാക്കി മാറ്റുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഇവരെ പതിയെ കടത്തിക്കൊണ്ടുപോകും. മിണ്ടാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കും, എന്താ നിന്റെ നാക്കിറങ്ങിപ്പോയോ എന്ന് ചോദിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആളുകളെ മിണ്ടിപ്പിച്ച് അവസാനം ഈ അനുഭവിക്കുന്ന ആളുകളുണ്ട് പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന സമയം ഇവരൊന്നങ്ങോട്ട് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആ പൊട്ടിത്തെറിച്ച ഭാഗത്തെ മാത്രം ഇങ്ങോട്ടെടുക്കും. അതിനെ മാത്രം എടുത്തിട്ട് പറയും, ഞാനിപ്പോ എന്താ നിന്നോട് പറഞ്ഞത്? നിസാരമായ ഒരു കാര്യം പറഞ്ഞതിന് നീ ഇത്ര കടന്നിട്ട് വയലന്റ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം ഇപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പറഞ്ഞ കാര്യം നീ എന്നോട് പ്രതികരിച്ച രീതി നീ ഒന്നൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇത്തരക്കാരുടെ ഒരു പ്രത്യേകമായൊരു രീതിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും റെക്കോർഡ് ചെയ്യാനും രേഖകളായി സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക് കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ ഇവർ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഈ പൊട്ടിത്തെറി നടന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? നിനക്കെന്തോ കുഴപ്പമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു മനുഷ്യന്മാർ പൊട്ടിത്തെറിക്കാറില്ല എന്ന് പറഞ്ഞ് ഇവരെ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ നിരന്തരം ഒരു മനുഷ്യരോട് ഗ്യാസ് ലൈറ്റിങ്ങും മാനിപ്പുലേറ്റിങ്, അതായത് ഇവര് ഈ ഗ്യാസ് ലൈറ്റിങ് നടത്തിയിട്ടുള്ള ആളുകളെ മറ്റുള്ളവരുടെ മുന്നിലും ഇത് ഇവർക്കൊരു മാനസിക രോഗം ഉണ്ടെന്ന ഒരു ധാരണയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പലപ്പോഴും ഈ അടുത്ത കാലത്ത് ഒരു കേസ് സ്റ്റൈല് ഭർത്താവിന്റെ ഫോണിൽ നിന്ന് ഒരു ചാറ്റ് പിടിച്ചതാണ്. അത് തൽക്കാലം എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു. അങ്ങനെ 2, 3, 4, 5 തവണ ആവർത്തിക്കുമ്പോഴൊക്കെ ഈ ഭാര്യ ഇത് ചോദ്യം ചെയ്യുമ്പം, ഞാനെന്ന വ്യക്തി ആരാന്ന് നിനക്കറിയോ? എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, അവിടെ ഞാൻ അങ്ങനെയാണ്, അവിടെ ഞാൻ ഇങ്ങനെയാണ്, എന്റെ സ്റ്റാറ്റസ് നിനക്കറിയില്ല, എനിക്ക് ഒത്തിരി പേരെ കോൾ ചെയ്യാനുണ്ടാവും, ചാറ്റ് ചെയ്യാനുണ്ടാവും, ഇതൊക്കെ നീ സംശയത്തിൽ എടുക്കാന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ വളർന്നു വന്ന സാഹചര്യം, നീയും നിന്റെ വീട്ടുകാരും ഇങ്ങനത്തെ നീ ഇത്തരം സ്വഭാവമുള്ള ചിന്താഗതിയുള്ള ആളായത് കൊണ്ടാണ് നിന്റെ ചിന്ത ഇങ്ങനെ പോകുന്നത്.
അങ്ങനെ അവിടുന്ന് ചിന്തകൾ വരിക. ഈ ചിന്താഗതിയാണോ എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്ന ചിന്തയിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു വല്ലാത്തൊരു ടെക്നിക്ക്. ആ സമയങ്ങളിൽ ഇവര് സ്വയം സ്വന്തത്തെ പഠിച്ച് സ്വന്തത്തെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നീട് ഇവരുടെ ഈ ഒരു രീതിയെ കുടുംബത്തിൽ പോയിട്ട് പറയും, അവൾക്ക് എല്ലാ കാര്യത്തിലും സംശയമാണ്, എന്റെ ഫോൺ എടുത്ത് നോക്കുക, എന്നാലും എണ്ണി എണ്ണി പറയും. ആദ്യം ഒരു ചാറ്റ് കെട്ടി അത് വിളിച്ച് അവള് വിളിച്ചു നോക്കി, എന്നിട്ട് ബന്ധപ്പെടുത്തി കൊടുത്ത് അവൾക്ക് ബോധ്യായി. അത് കഴിഞ്ഞ് അടുത്തത് വന്നു. ഇത് കേൾക്കുന്ന സ്വന്തം വീട്ടുകാർ വരെ ഇയാള് പറയുന്നതിനെ വിശ്വസിക്കുന്നതിലേക്ക് എത്തും. ഇനി ഇവരെങ്ങാനും ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഇവർ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും, പ്രതികരിക്കാതിരിക്കുന്ന സമയം. ഈ പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ അറ്റൻഷൻ ഇവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരിൽ ഒരു തരം ആങ്സൈറ്റി മോഡ് ഇവരിൽ ഉണ്ടാകാറുണ്ട്, NPD ഉള്ള ആളുകളിൽ. അപ്പൊ ഇവര് മാനിപ്പുലേറ്റിംഗ് ടെക്നിക്ക് എടുക്കും. എന്ന് വെച്ചാല് ഒരു തരത്തിലും ചിന്തിക്കുക പോലും ചെയ്യാത്ത കഥകൾ ഉണ്ടാക്കും. ഈ കഥകള് ചിലപ്പോൾ ഇവരെ റിലേറ്റ് ചെയ്തതോ ഇവരുടെ ഫാമിലിനെ റിലേറ്റ് ചെയ്തതോ ആയിട്ടുള്ള കഥകൾ ഉണ്ടാക്കിയിട്ട് അതവിടെ കൊണ്ടുപോയിട്ട് ഇറക്കും. സ്വാഭാവികമായിട്ട് സ്വന്തത്തിന്റെ വ്യക്തിത്വത്തെയും അഭിമാനത്തെയും ക്ഷതമേൽപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പം ഇവര് അവിടുന്ന് റിയാക്ട് ചെയ്തു തുടങ്ങും. ഈ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരിൽ അറ്റൻഷനായി. റിയാക്ഷൻ വരും, വീണ്ടും ഈ കഥകളെ മേമ്പൊടി ചേർത്തിട്ട് പറയുമ്പോൾ ഇവർക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത, ഈ കഥകളുടെയൊക്കെ ഒരു ട്രിക്ക് വേറെയാണ്. ഈ കഥകളൊക്കെ പലപ്പോഴും തന്റെ കുടുംബത്തിലോ തന്റെ വ്യക്തിപരമായ ജീവിതത്തിലോ ഒക്കെ തനിക്ക് ബാധിക്കപ്പെട്ടിട്ടുള്ളതോ ഇനി അത് പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമുള്ളതോ ആയിട്ടുള്ള കഥകളായിരിക്കും. ഇത് തുടക്കത്തിലെ ലവ് ബോംബിങ്ങിന്റെ സമയത്ത് ഇവർ പങ്കുവെച്ചിട്ടുണ്ടാവും. ഈ സാധനം ഇവരുടെ കയ്യിലുണ്ടാവും. അങ്ങനെ അതെടുത്തിട്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരിക്കും ഈ മാനിപ്പുലേറ്റിംഗ് കഥകൾ ഇവരുണ്ടാക്കുക. അങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്ന തരത്തിലേക്ക് എത്തുമ്പം ഈ ഇര, അതായത് ഭാര്യ, അവരിലേക്ക് ഒതുങ്ങും. പിന്നെ ഇവര് ബെഗ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പറയല്ലേ. ഇവർക്ക് ആ ഒരു സപ്ലൈ കിട്ടണം. തന്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ ബെഗ് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം. താനെന്ന വ്യക്തിയെ ആശ്രയിച്ചിട്ട് ഇയാൾ നിൽക്കണം. അപ്പൊ തനിക്ക് വേണ്ടതൊക്കെ പരിഗണനകളൊക്കെ എനിക്ക് കിട്ടും എന്ന തരത്തിലേക്ക് ഇയാളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ ഈ ഇരകള് വീണ്ടും ബെഗ് ചെയ്യുന്നവരിലേക്ക് ഇവർ പോകും. ചില ആളുകൾ ഇതിനൊക്കെ ഭേദിച്ച് ഒരു നിലക്കും മുന്നോട്ട് പോകില്ല, ഇനി കഴിയേയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട്. വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവര് ഭയങ്കര അഭിമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. തന്റെ വീട്ടിൽ നിന്ന് തന്റെ പങ്കാളി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാനെന്ന വ്യക്തിക്ക് അതൊരു മോശമാണ്, മറ്റുള്ളവരുടെ മുന്നിൽ, പബ്ലിക്കിന്റെ മുന്നിൽ എനിക്ക് മോശമാണ് എന്ന ആ ഒരു ചിന്ത ഇവരിൽ ഉണർവുണ്ടാക്കി ആ സമയം ചെയ്യും നന്നായിട്ട് ഇവരെ എടുത്തു പോയിട്ട് ബെഗ് ചെയ്യും. നീ പോകല്ലേ, നീ പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ നോക്കിയ, എൻ്റെ കുട്ടിക്കാലം, ഞാൻ ജീവിച്ച സാഹചര്യം, ഞാൻ ഇടപെട്ട രീതികൾ, എൻ്റെ അച്ഛനമ്മയും എന്നെ നന്നായിട്ട് വളർത്തിയിട്ടില്ല, ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞാൻ എന്നൊരു വ്യക്തി പല ഘടകങ്ങളിലൂടെ കടന്നു പോകുന്നു, എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയാഞ്ഞിട്ടാ, നീ എന്നെ മനസ്സിലാക്കൂല, നീ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നത് എനിക്കറിയില്ല, നീ അങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോ, ഞാൻ എന്തായാലും ഞാൻ ജീവനെടുക്കും, എനിക്ക് നിനക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നീ ഇറങ്ങിയിട്ട് പോയിക്കോ, ഈ ഒരു പ്രാവശ്യം നിനക്കത് ക്ഷമിക്കാൻ പറ്റൂല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വിക്ടിം കാർഡ് ഇളക്കിയിട്ട് കാല് പിടിക്കും, കരയും, യാചിക്കും, ആത്മഹത്യാ ഭീഷണി മുഴക്കും. പാവം എമ്പതൈസ് ആയിട്ടുള്ള ഭാര്യ വീണ്ടും ഫ്ലോപ്പ്. വീണ്ടും അത് തുടർന്നു പോകും. ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ചന്റെ ഇടയിൽ വീണ്ടും ഇയാളുടെ ഈ സാധനം പുറത്തേക്ക് വരും. അങ്ങനെ നിരവധി തവണ ഇവരുടെ ഈ നാടകങ്ങൾ ഇങ്ങനെ അരങ്ങേറി കുടുംബങ്ങളിലേക്കത്തെ പലപ്പോഴായിട്ട് ഈ പ്രശ്നങ്ങൾ എത്താറുണ്ട്. ചർച്ചകൾക്ക് ഇരിക്കും, പള്ളിക്കമ്മിറ്റി, അമ്പല കമ്മിറ്റി, കൂട്ടുകുടുംബ ചർച്ചകൾ. ഇവിടെയൊക്കെ വന്നാല് ഇദ്ദേഹത്തിന്റെ പരിപാടി എന്താ, ഇങ്ങനെ നിന്നിട്ട് ഞാന് എല്ലാ അർത്ഥത്തിലും അവൾക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, എല്ലാ കാര്യങ്ങളും അവളോട് ചോദിച്ചു നോക്കും, അവൾക്ക് അത് ചെയ്തിട്ടില്ലേ, ഇത് ചെയ്തിട്ടില്ലേ, അത്ര കഷ്ടപ്പാടിന്റെ ഇടയിൽ ഞാൻ മക്കളെ ഏറ്റവും നല്ല സ്കൂളിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, ഏകദേശം നിങ്ങൾ എത്ര അയൽപക്കത്തെ ആൾക്കാരെ നിങ്ങൾ എടുത്തു നോക്കി, എൻ്റെ കുടുംബം ജീവിക്കുന്ന ഒരു സന്തോഷം എന്തിന്റെ കുറവാണ് അവൾക്ക് വരുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഈ കുട്ടിക്ക് ഒരു തരത്തിലുള്ള കുറ്റത്തെ പോലും കാണിച്ചു കൊടുക്കാനാവാത്ത വിധം അത്രയും ആളുകളെ കയ്യിലെടുക്കാനുള്ള മനോഹരമായ വാക്ചാതുരി ഇവരിലുണ്ടാകും. അങ്ങനെ വീണ്ടും വീട്ടുകാർ പറഞ്ഞേക്കും.
അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ അവിടെ വീണ്ടും ഈ നാർസിസത്തിന് ജയം കിട്ടുകയാണ്. വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിയാം ഇവക്ക് പോവാനൊന്നും സ്ഥലമില്ല, ഇവിടെ വീട്ടിൽ കഷ്ടപ്പാടാണ്, ഇവിടെ വീട്ടിൽ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ഇവിടെ അനിയത്തിമാരെ കല്യാണം കഴിക്കാണ്ടാവും, ചിലപ്പോൾ പിന്നെ അച്ഛന് ജോലി ഉണ്ടാവില്ല, വീട്ടിൽ വളരെ പ്രയാസപ്പെട്ടായിരിക്കും ഈ കുട്ടീനെ ഇറക്കി വിട്ടിട്ടുള്ളത്. ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഇവർക്ക് ഇവരുടെ അടുത്ത് നിന്ന് ഇവർ പോകൂല എന്നുള്ള ഉറച്ച വിശ്വാസം അവിടെ ഉണ്ടാവും. പിന്നീട് ചിലർ ഇതിനടുത്ത് പെടാറുള്ളത്, ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന ഒരു തോന്നല് ഇവരുടെ ഉള്ളിലേക്ക് കയറും, ഈ പെൺകുട്ടികളുടെ ഉള്ളില്. എന്ന് വെച്ചാല് ബേസിക് നീഡ്സിനെ വരെ പിടിച്ചു വെക്കും. ബേസിക് ആയിട്ടുള്ള നീഡ്സിനെ വരെ പിടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇവര് ഇറങ്ങി പോകുന്നു എന്ന് തോന്നുന്ന സമയത്താണ് ഇത് ഇട്ട് കൊടുക്കുക. അതായത് ചില സമയങ്ങളിലൊക്കെ ഇവര് മോളെ, പൊന്നെ, എന്റെ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്ന ചില വേർഡുകൾ വരാറുണ്ട്. ഇതൊന്നും ഒരു തരിമ്പ് പോലും ഉള്ളിൽ തട്ടിയിട്ടല്ല ഇത് വരാറുള്ളത്. ഈ വാക്കുകൾ കേൾക്കുമ്പം അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഇവർക്ക് കിട്ടാവുന്ന ആളുകൾ ഉണ്ടാവും, മറ്റാരോടെങ്കിലും പറഞ്ഞാൽ ഇവരോട് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരോടൊക്കെ പോയിട്ട് പറയും, എൻ്റെ ഭാര്യ ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരാൽ ഈ വാർത്ത ഭാര്യ കേൾക്കും. കേൾക്കുമ്പം ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ ഇങ്ങനൊക്കെ ആ ആളോട് പോയി പറഞ്ഞിട്ടുള്ളത്, അപ്പൊ സ്നേഹമുണ്ട്. പിന്നെ ഈ തേനെ ചക്കരെ എന്നൊക്കെ വിളിയുണ്ടല്ലോ, ഇതൊക്കെ സാധാരണഗതിയിൽ ഇവർക്ക് കിട്ടേണ്ട കാര്യങ്ങള് പിടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ഒരല്പം ഇറ്റിറ്റ് വെള്ളം കൊടുക്കുക. മരുഭൂമിയിൽ ദാഹിച്ചു നിൽക്കുന്ന ഒരാൾക്ക് അവിടെ ഒരു ഇറ്റ് വെള്ളം കിട്ടുന്നത് പോലെയാണ് ബേസിക് നീഡ്സ് ഇവർ കൊടുക്കാറുള്ളത്. ചിലരാണെങ്കിലോ ഫിസിക്കൽ കോണ്ടാക്റ്റുകളിൽ വരെ ഈ നാർസിസത്തെ ഇട്ടുകൊടുക്കും. കാരണം അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയങ്ങളിൽ പിടിച്ചു വെക്കുകയും ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതിലേക്ക് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരാളെ എത്രത്തോളം മെന്റൽ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടോർച്ചർ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നതാണ് നാർസിസം. ഇതിന്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൂപ്പിനകത്ത് അകപ്പെട്ടതുപോലെയാണ്. ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ കഴിയാറില്ല. ഇവർക്ക് പക കൂടുതലായിരിക്കും, വാശി കൂടുതലായിരിക്കും. ഏത് തരത്തിലും ഇവർ പെരുമാറാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും. ഇതിന്റെ കുറച്ചുകൂടെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തുമ്പം മലിഗ്നന്റ് നാർസിസം എന്ന് പറയാറുണ്ട്. ഇതിന്റെ എക്സ്ട്രീമാണ്. അവിടെയും പകയുണ്ട്, ക്രൂരതയുണ്ട്, പവറുണ്ട്, കൺട്രോൾ ഉണ്ട്. എതിർഭാഗത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. എന്തും ചെയ്യുന്ന വെച്ചാൽ എന്തും ചെയ്യും. ഇത് ഏകദേശം ആന്റി സോഷ്യൽ ബിഹേവിയർ പേഴ്സണാലിറ്റിയുടെ അടുത്തെത്തും. ഈ മറ്റുള്ള മേഖലകളിലൊക്കെ കൊലപാതകം ഇതൊക്കെ നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് മനുഷ്യന്മാർ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ നാർസിസത്തെ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ വിഭാഗങ്ങളിലേക്ക് നാർസിസം കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തത് ഓവേർട്ട് ആയിട്ടുള്ള നാർസിസം എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന നാർസിസം. അപ്പൊ നമ്മൾ പലപ്പോഴും ഇവരെ കൗൺസിലിങ്ങിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കും കേട്ടോ. ഭയങ്കര രസമാണ്. കൗൺസിലിങ്ങിലേക്ക് എത്തുമ്പോൾ ഇവരെപ്പോഴും പറയാറുള്ളത് എന്താ, കൗൺസിലിങ്ങിന്റെ വക്കിൽ എത്താന്ന് വെച്ചാൽ പലപ്പോഴും കുടുംബങ്ങൾ തമ്മിൽ ഇത് ഏറ്റെടുത്ത് ഇതിന്റെ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ അനുഭവിക്കുന്നുണ്ട് എന്നതിൽ എത്തുമ്പം ഇതൊരു പ്രൊഫഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പം ആ സമയം പറയും, നമ്മളെ രണ്ടാളെ ജീവിതമല്ല, എന്തിനാണ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് ചെയ്യുന്നവർക്ക് എന്ത് തേങ്ങ നമ്മളെ കുടുംബത്തിനെ കുറിച്ച് അറിയാം. നമ്മളെ ജീവിതം തീരുമാനിക്കല് നമ്മളാണ്. എനിക്ക് നീയും നിനക്ക് ഞാനും. ആ പഴയ ലവ് ബോംബിങ് വീണ്ടും കൊണ്ടുവരും. അതിലും ചില സ്ത്രീകൾ വീഴാറുണ്ട്. ഇനി കൗൺസിലർ അടുത്ത് എത്തിക്കഴിഞ്ഞാലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാല് ആ കാര്യത്തിന്റെ കംപ്ലീഷൻ കൊടുക്കാതെ അവിടെ നിന്ന് വേറെ റൂട്ടിലേക്ക് ഓടും. ഉദാഹരണത്തിന് ആ ഭാര്യ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കൗൺസിലേഴ്സ് ആ NPD ഉള്ള വ്യക്തിയോട് ചർച്ച ചെയ്യുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അവിടെ നിന്ന് ആ ചർച്ചയെ വേറെ തരത്തിലേക്ക് ടേൺ ചെയ്യും. അപ്പം അവളുടെ വേറൊരു കാര്യം എടുത്തിട്ടിട്ട് എന്ത് ചെയ്യും, ചർച്ചനെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഈ ചർച്ചനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഒരു ട്രാപ്പിലാക്കുന്ന ഒരു പരിപാടി കൂടി കൗൺസിൽ ചെയ്യുന്ന ആളുകളെ വരെ ട്രാപ്പിൽ. ഇങ്ങനത്തെ ആളുകളെ ഇനി അഥവാ നമ്മൾ പിടിച്ച് വിടാതെ പിടിച്ച് നമ്മളൊക്കെ ചിലപ്പോൾ കൂടാറുണ്ട്. പിടിച്ചു കൂടുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നവരും ആ കൗൺസിലിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകും. എന്ന് വെച്ചാൽ പിടികൊടുക്കൂല എന്നർത്ഥം. മറ്റുള്ളവരുടെ മുന്നിൽ ആ മുഖം മൂടി വെളിവാക്കുന്നത് ഇവർക്ക് ഒരിക്കലും കഴിയൂല. അങ്ങനെ കൗൺസിലിങ്ങും പരാജയപ്പെടും. വീണ്ടും ഒരുപാട് വർഷങ്ങളോടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും.
ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായത് തല്ലുന്നില്ല, കുത്തുന്നില്ല, അടിക്കുന്നില്ല, നന്നായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിന്റെ ഇമോഷണൽ സ്റ്റേജിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഇതെങ്ങനെ ഒരു സുഖമുള്ള ജീവിതമാണോ ഇപ്പൊ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? യെസ് ഓർ നോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നാർസിസത്തിലേക്ക്, ഒന്നാമത്തേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. നമ്മൾ 1 മണിക്കൂറാണ്, 1 മണിക്കൂറിൽ നാർസിസം പറഞ്ഞു തീരാന്നുള്ളതല്ല. നാർസിസത്തിന്റെ ഒരു ഭാഗം എടുത്ത് കടിക്കാൻ പോലും പറ്റൂല. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു തുടർ വിഷയങ്ങളായിട്ട് തന്നെ കൊണ്ടുപോകാൻ മാത്രമുള്ളതാണ്. നമുക്കിനി കോവേർട്ട് നാർസിസത്തെ പറയാം. കോവേർട്ട് നാർസിസം, ഇത് നമുക്ക് കാണാൻ കഴിയാത്ത നാർസിസമാണ്. എന്ന് വെച്ചാല് ഇതിന്റെ സംഘർഷങ്ങൾ മുഴുവനും നടക്കാറുള്ളത് ഇവരുടെ മനസ്സിനകത്താണ്. ഇവര് പലപ്പോഴും ഒരു മൂലക്ക് ഒതുങ്ങിക്കൂടുന്ന ആളുകളായിരിക്കും. ഈ ഓവേർട്ട് നാർസിസക്കാര് എക്സ്ട്രോവേർട്ടുകളായിരിക്കും, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും. കോവേർട്ട് നാർസിസം ഇൻട്രോവേർട്ടുകളായിരിക്കും. അതായത് ഞാനൊരു പാവാണ്, എനിക്ക് അങ്ങനെ കഴിവൊന്നുമില്ല, ഞാൻ വളരെ ദുർബലയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും ആ ഒരു അംഗീകാരത്തെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു വിക്റ്റിമാണ് എല്ലായിടത്തും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു വിഭാഗം. പലപ്പോഴും ഇവര് മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ എല്ലാരെ കുറിച്ചും കുറ്റായിരിക്കും, എല്ലാരെ കുറിച്ചും കുറ്റം പറയും, ആരും നല്ലതുണ്ടാവില്ല. ചിലപ്പം മതപരമായ ചില സാധനങ്ങളൊക്കെ എടുത്ത് ഈ തസ്ബീഹ് മാല ഇങ്ങനെ ഞെക്കി അമ്മായിമാരിലേക്ക് കണക്ട് ചെയ്യട്ടോ. ചിലപ്പോൾ നിങ്ങളെല്ലാം ആരെങ്കിലൊക്കെ ഉണ്ടാവും ഞെക്കി ഞെക്കി ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ പടച്ചോന്റെ വലിയൊരാളാണ്, ഞാൻ അത്രയും അടുത്തൊരാളാണ് എന്നൊക്കെ പറയും. ഈ ഞെക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റുള്ളവരുടെ ഒരു നല്ല കാര്യവും ഇവർക്ക് കണക്ട് ചെയ്യൂല. കുറ്റങ്ങൾ മാത്രമേ പറയുള്ളൂ. അപകടം, മറ്റുള്ളവരുടെ ഒരു തകർച്ച കേട്ടാല് നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടല്ലോ, ഇവരിൽ അത് ഉണ്ടാവില്ല. ഇവരിൽ ആ സമയം അതൊരു ആഹ്ലാദത്തോടെ അവിടെയും കുറ്റം പറയും. ഓൻ്റെ ആ കുഴപ്പം കൊണ്ട്, അവൻ്റെ നെകളിപ്പ് കണ്ടപ്പം തന്നെ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ച കുറച്ചേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തിന് ആ സമയം പോലും ഇവരുടെ വ്യക്തിത്വം ഇങ്ങനെയായിരിക്കും. ഇവരെന്തൊക്കെയാണ് കണക്ക് കൂട്ടുന്നത് എന്ന് പറയാൻ കഴിയില്ല, മനസ്സിനകത്താണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അമ്മായിയമ്മ പിന്നെ മകന് കേറി വരുന്ന സമയത്ത് അമ്മായിമ്മ ഇങ്ങനെ വെള്ളം കോരുകയാണ്. അമ്മായിമ്മ ആ സമയത്ത് വെള്ളം കോരാൻ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ആ വീട്ടിലെ സകല പണിയെടുക്കല് ആ മരുമോളാണ്. മകന് കേറി വരുന്ന സമയം ഈ അമ്മായിമ്മ വെള്ളം കോരുന്നത് കാണുമ്പോൾ മകൻ ചോദിക്കുകയാണ്, ഇവിടെ വേറെ ആരും ഇല്ല എതിർക്കാൻ? അമ്മായിമ്മ പറയാണ്, നിന്റെ കയ്യെത്താതെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും, അത് സാരല്ലേ, ഇത് പ്രശ്നമാക്കണ്ട. അങ്ങനെ മരുമോളെ വിളിക്കുന്നു, ഭർത്താവ് ഭാര്യനെ വിളിക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു, ചീത്ത പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ അമ്മായിമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായി മാറിയിട്ട് ഇരയായിട്ട് ആ അമ്മായിമ്മക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഒരു ടെക്നിക്കിലാണ് ഇവര് നടക്കുക. അപ്പൊ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലാവും. ഒരു മരുമോളും മകനും ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അമ്മേനോട് ചോദിക്കാണ്, അമ്മ നിങ്ങൾക്ക് എന്താ വാങ്ങേണ്ടത്, നിങ്ങൾ വരുന്നു? അമ്മ പറയാ, എനിക്ക് വേണ്ട, എനിക്കിവിടെ ഡ്രസ്സൊക്കെ ഉണ്ട് എന്ന് പറയും. അങ്ങനെ ഇവര് ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് ആ സമയത്തോ അല്ലെങ്കിൽ പിറ്റേന്നോ ആരെങ്കിലൊക്കെ കയറി വരികയാണ്, കുടുംബക്കാരെങ്കിലും. പെരുന്നാൾക്ക് അല്ലെങ്കിൽ ഓണത്തിന് ഡ്രസ്സൊക്കെ എടുത്തോ, അല്ലെങ്കിൽ വിശേഷ ദിവസം കല്യാണത്തിന് പോകാനൊക്കെ ആയിരിക്കാം. ഓൽക്കൊക്കെ എടുത്തുക്കണ്, ഇങ്ങക്കോ? നമ്മളെ ആരാ അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ, നമ്മളെ കാര്യം ഇപ്പൊ അങ്ങനെ നോക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ കേറി വന്ന ആ ഗസ്റ്റിന് ഒരു പാവം അമ്മായിയമ്മ അവിടെയും ഇരയായിട്ട് മാറി. ഇതിന്റെ എല്ലാം പിന്നില് മരുമോള് ഇടിപ്പിക്കാത്ത ഒരാളാണ് എന്നതിലേക്ക് അതിനെ കൊണ്ടുപോയിട്ട് എത്തിക്കും.
ചിലരൊക്കെ ഉണ്ട് ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാല് ഒരു മൂലക്കല് ഒരു ഒന്ന് താല്പര്യമില്ലാത്തതുപോലെ ഒതുങ്ങി നിൽക്കും. ചിലപ്പോ ഈ മരുമോളുടെ വീട്ടിലെ പരിപാടി ആയിരിക്കും. മരുമോളുടെ വീട്ടിലെ കല്യാണോ കാര്യങ്ങളൊക്കെ ആയി ഈ അമ്മായിമ്മ പോയിട്ടുണ്ടാവും. ഇതിൽ അമ്മായിമ്മക്ക് ഉണ്ട് ഒരു ഒതുങ്ങിയിട്ട് ആ മുഖഭാവമൊക്കെ വേറൊരു മോഡലായിരിക്കും. ഒരു എന്തോ ഒരു സാധനം മുഖത്ത് വെച്ചതുപോലെ. എന്നിട്ട് ഈ മരുമോള് ഈ കല്യാണത്തിന്റെ കുടുംബക്കാരല്ല സ്വന്തം വീട്ടിലെ കല്യാണമായിരിക്കും. ആ സമയം പോയിട്ട് ഉമ്മാനെ പോയിട്ട് ശരിയാക്കണം. എന്താണോ ഉമ്മ എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരി അങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ട് ഇവരെ പരിഗണിപ്പിക്കും. പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ പരിഗണിപ്പിക്കും. അങ്ങനെ ഒരു തരം വിക്ടിം കാർഡ് കളിച്ചിട്ട് പോകുന്ന ആളുകൾ ഇത്തരക്കാരെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. പുറത്തായിട്ടുള്ള ആളുകളൊക്കെ പറയും ഒരു പാവം അമ്മയാണ്, അതെങ്ങനെ അതിന്റെ പണിയേറ്റ് മൂലക്കൽ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പറയും അതിങ്ങനെ നിസ്കാരവും അതും ഇതൊക്കെ ആയിട്ട് ഒരു മൂലയിലാണ്, അതിനെ കൊണ്ടൊരു ഉപദ്രവമില്ല. ഈ അമ്മേനെ കുറിച്ച് ഒരു ഉപദ്രവം ഉണ്ടെന്ന് മരുമോള് എങ്ങാനും പോയി പറഞ്ഞാൽ ഈ മരുമോൾക്ക് ഇതിനെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അതാണ് കോവേർട്ട് നാസിസം. ഇത് ഒരു അമ്മായിമാരിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ അമ്മമാരിൽ ഉണ്ടാകാം, സഹോദരന്മാരിൽ ഉണ്ടാകാം, നിങ്ങളുടെ കൂടെയുള്ള പലരിലേക്കും നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. കോവേർട്ട് നാസിസം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ. ഈ നാർസിസ്റ്റുകൾക്ക് ശരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ തൊട്ട് മുന്നിലുള്ള ആള് കരയുമ്പോൾ ശരിക്കും പറഞ്ഞാല് അവർക്കൊരു സങ്കടം ഉണ്ടാവില്ലേ, കുറ്റബോധം ഉണ്ടാവില്ലേ? പാവാണ് ഇവര് കരയുന്നത്, ഞാൻ കാരണമാണ്, ഇനി ഞാനിത് ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവാറുണ്ടോ? ശരിക്കും പറഞ്ഞാല് നിങ്ങൾ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ മുന്നിൽ കരഞ്ഞിട്ടൊരു കാര്യമില്ല, നിങ്ങൾ സങ്കടപ്പെട്ടിട്ടൊരു കാര്യമില്ല. അവർക്കത് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സങ്കടം കാണാനുള്ള കഴിവില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എമ്പതി ലെവലിൽ അവർക്ക് കാണാനുള്ള കഴിവില്ല. ആയതുകൊണ്ട് തന്നെ ഇവരിലേക്ക് ഏത് തരത്തിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്താലും അതൊരിക്കലും കണക്റ്റ് ആകില്ല. ഇവർക്ക് ഇൻസൈറ്റ് കുറവായിരിക്കും. നമ്മളിപ്പോ ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളെ നമ്മളൊരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കാം. ലഹരി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ബോധവൽക്കരണം അവരിലേക്ക് കയറൂല 100%. പക്ഷേ ലഹരി കഴിക്കാത്തൊരു സമയത്ത്, ലഹരി ഇല്ലാത്തൊരു സമയത്ത് ഇവരിൽ ഒരു ഇൻസൈറ്റ് ഉണ്ടാകും. ആ സമയം നമുക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ കണക്റ്റ് ആകും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഒരു സമയത്തും ഈ ഒരു ഇൻസൈറ്റ് അവരിൽ കണക്റ്റീവ് ആയിട്ട് ഉണ്ടാകൂല. ഇവർ സ്നേഹത്തെ കാണുന്നത് മറ്റുള്ളവർ തനിക്ക് തരുന്ന അംഗീകാരം, മറ്റുള്ളവരുടെ പുകഴ്ത്തലുകൾ, ഇതൊക്കെയാണ് ഇവര് സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്യാറുള്ളത്. ഇങ്ങനെയാണ് സ്നേഹം വേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ മാറ്റിയെടുക്കാനായിട്ട് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുള്ളത്. ഈ ഇത്രയും പറഞ്ഞതിന്റെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആരെങ്കിലും നിങ്ങൾക്ക് ഈ കോവേർട്ടിലും ഓവേർട്ടിലും രണ്ടിലേതെങ്കിലും ഒന്നിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഒരു വൈ വിട്ടോളൂ. കമ്മ്യൂണൽ നാർസിസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണൽ നാർസിസം നല്ലത് ചെയ്യുന്നു എന്ന് പറയിപ്പിക്കുന്ന നന്മ മരങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. ഒരുപാട് ആളുകളുണ്ടല്ലോ ഫുള്ള് നാർസിസത്തിന്റെ പിടിയിലാണോ? നന്മ മരങ്ങൾ എന്ന് പറയിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് അംഗീകാരം വാങ്ങുന്ന ആളുകൾ, അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ ഒരുപാട് ആളുകൾ സ്തുതി പാടിക്കൊണ്ട് കൂടെ നിൽക്കുന്നു. സ്തുതിപാഠകരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിലൂടെ രമിച്ചു പോകുന്ന കമ്മ്യൂണൽ നാർസിസം. ഇവരെ ഒന്ന് എതിർത്ത് കഴിഞ്ഞാൽ, വിമർശിച്ചു കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. സ്പിരിച്വൽ നാർസിസത്തെ, ഇതൊക്കെ നിങ്ങൾക്ക് ആരെയും കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ.
സ്പിരിച്വാലിറ്റി, എനിക്ക് മാത്രമാണ് ഈ മതപരമായ ഈ കാര്യങ്ങളിലേക്ക് അറിവ് കൂടുതൽ. ഞാൻ അതിലെ വലിയൊരു സംഭവമാണ്. ഈ അറിവ് കുറഞ്ഞവരോടൊക്കെ ഉച്ച മനോഭാവമുള്ള ആളുകൾ സ്പിരിച്വൽ നാർസിസത്തിന്റെ ആളുകളായിട്ട് മാറാറുണ്ട്. സെറിബ്രൽ നാർസിസം കേട്ടിട്ടുണ്ടാവും. സെറിബ്രൽ നാർസിസം അതായത് ബുദ്ധിശക്തിയിൽ ഞാനാണ് വലിയവൻ എന്ന രീതിയിൽ എനിക്ക് നല്ല കഴിവുണ്ട്, മറ്റുള്ളവരൊക്കെ ബുദ്ധി ഇല്ലാത്തവരാണ്, ഇവരോട് പുച്ഛം. സൊമാറ്റിക് നാർസിസം പറയാറുണ്ട്. ശരീരഭംഗിയോടും ശരീരത്തിന്റെ കഴിവുകളോടും അതിനോട് ഏറ്റവും കൂടുതൽ ആ ഒരു ആരാധന, അതിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആളുകൾ. നെഗ്ലക്റ്റീവ് നാർസിസം ഉണ്ടാവാറുണ്ട്. കൂടെയുള്ളവരൊക്കെ എന്നെ ഇങ്ങനെ കംഫർട്ടാക്കി നിർത്തണം, അവർക്കൊരാവശ്യം വന്നാൽ ഞാനൊന്നും ചെയ്തു കൊടുക്കൂല. ഈ ആളുകളൊക്കെ എന്നെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന തരത്തിൽ മറ്റുള്ളവരെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന നാർസിസം. ചിലരെ നമ്മൾ കാണാറുണ്ട് സ്വന്തം ആശയത്തോട് കൂടുതൽ താല്പര്യം. ഇപ്പം ഞാനൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ എനിക്ക് വെജിറ്റേറിയൻ കഴിക്കുന്നവരോട് മാത്രമായൊരു ഇഷ്ടം, അല്ലാത്തവരെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുക. വീട് വൃത്തിയാക്കി വെക്കുന്ന എനിക്ക് വീട് വൃത്തികേടായിട്ട് ഇടുന്നവരോട് പുച്ഛം, കുറ്റം പറയും. കണ്ടില്ല ആ വീടിന്റെ കോലം, കണ്ടില്ല അത്, കണ്ടില്ല വൃത്തിയില്ല, വെടിപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുതരം സുപ്പീരിയോറിറ്റി കളിക്കുന്ന ആളുകൾ. അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലൊക്കെ അറിയോ? ചിലപ്പോൾ അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ കണക്ട് ചെയ്തിട്ട് പോകുന്നുണ്ടാവും. കോൺവെർസേഷണൽ നാർസിസം പറയാറുണ്ട്. അവനവന് പറയാനുള്ളത് മാത്രം ഇങ്ങനെ പറയാം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കൂല. മറ്റുള്ളവർ വേറെ എന്തെങ്കിലും വിഷയം എടുത്തിട്ടാലോ കറങ്ങി തിരിച്ച് വീണ്ടും തന്റെ വിഷയത്തിലേക്ക് മാത്രം കൊണ്ടുവരും. തന്നിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്ന നാർസിസമാണ് കോൺവെർസേഷണൽ നാർസിസം. ഇനി ഈ നാർസിസം കുട്ടികളിൽ ബാധിക്കുന്ന ഒരു വല്ലാത്തൊരു അപകടമുണ്ട്. കുട്ടികളെ പാരന്റ്സിൽ ആരെങ്കിലും നാർസിസത്തിന്റെ ഉടമകളാണെങ്കിൽ പല ടൈപ്പിലുള്ള കുട്ടികൾ അവിടെ ആയിത്തീരാറുണ്ട്. എന്ന് വെച്ചാല് ഗോൾഡൻ ചൈൽഡ്, നമുക്കൊന്നിനെ ഗോൾഡൻ ചൈൽഡ് എന്ന് പറയാം. എന്തും കാര്യങ്ങളും ചെയ്തു കൊടുക്കും കുട്ടികൾക്ക്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇവരെ വഷളാക്കിയിട്ട് ഇവർക്കൊരിക്കലും സമൂഹത്തിന്റെ മുന്നിലോ പേഴ്സണാലിറ്റിയിലോ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കഴിവ് കുറച്ചവരാക്കി എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് സ്വന്തമായ നിലപാടോ തീരുമാനം എടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കുട്ടികളായിട്ട് മാറാറുണ്ട്. ഗോൾഡൻ ചൈൽഡ് എന്ന് പറയാറുണ്ട്. ആ കുട്ടികളെ ആ ഒരു അവർ കൊണ്ടു നടക്കുന്ന ഒരു രീതി എന്താ. പിന്നെ ചിലരെ പറയാറുണ്ട് എന്ത് കാര്യം വീട്ടിലുണ്ടായാലും ഒരു കുട്ടിക്ക് മാത്രമായിരിക്കും ആ കുട്ടിന്റെ തലയിൽ വെക്കും, നീയാണ് ഇതിന്റെ കാരണം, നിന്റെ പ്രശ്നമാണ്, എന്ത് കുറ്റങ്ങളും നിനക്ക് കഴിവില്ല, നീ അങ്ങനെയാണ്, സെൽഫ് വാല്യൂ ഇല്ലാത്തവരാക്കിയിട്ട് എപ്പോഴും ബ്ലെയിം ചെയ്യും. സ്കേപ്പ് ഗോൾഡ് ചൈൽഡ് എന്ന് പറയാറുണ്ട് ഇവരെ. എന്ന് വെച്ചാല് ഇവർക്ക് ഇവരുടെ ക്വാളിറ്റി, ഞാനെന്ന വ്യക്തിത്വം എന്താന്നുള്ളത് പോലും അറിയാതെ വളർന്നു വന്നിട്ട് സമൂഹത്തിൽ ഒന്നുമല്ലാത്തവരായിട്ട് ഈ കുട്ടികളെ മാറ്റിയെടുക്കാറുണ്ട്. പിന്നെ നെഗ്ലക്റ്റിംഗ് ചൈൽഡ്, കുട്ടികളെ പാടെ അവഗണിച്ചുകൊണ്ട് പോകുന്ന ഒരു ടീം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചില കുട്ടികളെ വളർത്താറുണ്ട്. മറ്റൊന്ന് മിൽക്കിംഗ് പാരന്റിങ്. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഇടപെടുക, സമയക്കുറവുള്ളത് കൊണ്ടാണ് സ്പീഡ് കൂട്ടുന്നത്. മിൽക്കിംഗ് പാരന്റിങ്, അതായത് ചില കുട്ടികളെ സ്വന്തത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന രക്ഷിതാക്കൾ ഇവരെ വളർത്തി ഇവരുടെ ആനുകൂല്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഊറ്റിയെടുക്കും. കറവപ്പശുവിനെ പോലെ ആക്കി തീർക്കും ചില മക്കളെ. അവരിതിൽ യൂസ്ഡ് ആവും. ഞാൻ എൻ്റെ പാരന്റ്സിന് ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആളാണെന്ന ഒരു മൈൻഡ് സെറ്റ് ഇവരിൽ ഉണ്ടാക്കിയെടുക്കും. ഈ മൈൻഡ് സെറ്റിലൂടെ ആയിരിക്കും ഇവരെ വളർത്തുക. ഡ്രോൺ പാരന്റിങ്, ചിലർ ഡ്രോൺ പാരന്റിങ് നടത്തും. എന്ന് വെച്ചാല് ഇങ്ങനെ സൂപ്പർവിഷൻ, എല്ലായിടത്തും കണ്ണെത്തുന്ന മാതാപിതാക്കൾ എല്ലാത്തിലും കയറിയിട്ടിടപെടും. ചില ആൺകുട്ടികളൊക്കെ അമ്മക്കുട്ടിയാക്കിയിട്ടുണ്ട് വളർത്തും. കല്യാണം പോലും കഴിപ്പിക്കൂല. കല്യാണം കഴിപ്പിച്ചാലോ അതിന്റെ ഫുൾ കൺട്രോള് ഈ അമ്മയുടെ കയ്യിലായിരിക്കും. മകനെ ഒരു ഡമ്മി പീസാക്കി, മകൾക്ക് പ്രതികരിക്കാൻ കഴിയൂല. ഈ മകൻ ഒരു ഡൂപ്പിനകത്താണ്. അങ്ങനെ കയറി വരുന്ന മരുമക്കളെ കാര്യമൊക്കെ കട്ടപ്പുകയായിരിക്കും. ഒരു കാര്യത്തിനും ഭർത്താവിൽ നിന്ന് ഒരു പരിഗണന കിട്ടാത്ത, അമ്മയെ പേടിച്ച്, അമ്മ ഉണ്ടെങ്കിൽ മുണ്ടൂല. എൻ്റെ അടുത്തൊക്കെ വരുന്ന ചില കേസുകളിൽ ബെഡ്റൂമിൽ ഇരിക്കണമെങ്കിൽ വരെ അമ്മനെ പേടി, കുറച്ചു നേരം സംസാരിക്കാൻ പേടി.
വേറെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ റൂമിൽ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. കോമൺ ആയിട്ടൊരു ബാത്റൂം വേറെയുണ്ട്. രാത്രി കിടക്കുമ്പം ഈ അമ്മക്ക് വാശിയാണ്, ആ ബെഡ്റൂം ലോക്ക് ചെയ്യാൻ പാടില്ല, ബെഡ്റൂം തുറന്നിടണം, തുറന്നിട്ടാലും പോരാ, സീറോ ബൾബ്, കുഞ്ഞു ബൾബ് കത്തിച്ചു വെക്കണം. ആ ബാത്റൂമിൽ പോയാൽ അമ്മക്ക് മൂത്രം പോകുള്ളൂ. അകത്തെ ബാത്റൂമിലെ മകനും ഭാര്യയും കിടക്കുന്ന, അല്ലാഞ്ഞ അമ്മയ്ക്ക് മൂത്രം പോകൂല. എന്നിട്ട് ഇവരെ ഒരു ശാരീരിക ബന്ധത്തിനെ പോലും തടയുന്ന തരത്തിലുള്ള ഒരു മകനെ ഉണ്ടാക്കിയെടുത്ത് ആ പവർ ആൻഡ് കൺട്രോള് മകനില് എപ്പോഴും കടിഞ്ഞാണ് പോലെ കൊണ്ട് നടക്കുന്ന അമ്മമാര് ആ വീട്ടില് പലപ്പോഴും മരുമക്കള് വലിയ രീതിയിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാറുണ്ട്. ഒന്നിനും കഴിയാത്തവരായിട്ട് മാറും. അങ്ങനെയുള്ള വീടുകളിൽ പലപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഭർത്താവ് ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കും. എന്ന് വെച്ചാൽ അമ്മായിച്ചൻ അങ്ങനെ ആക്കിയിട്ടുണ്ടാവും പുള്ളിക്കാരനെ, അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ടാവും. അത് മറ്റുള്ളവരുടെ മുന്നിൽ ഷോ ഓഫ് നടത്താന് ഈ അമ്മായിമ്മ വളരെ ഉഷാറായിരിക്കും. എന്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോളും ഇല്ല, ആ പറച്ചിൽ മാത്രമാണ് ആ മോളൊക്കെ ഉണ്ടാകുക. അപ്പം ഈ നാസിസ്റ്റുകളുടെ പിടിയിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കുന്നത്, ഇവരുടെ ന്യൂറൽ സംവിധാനത്തിന് വലിയ രീതിയിലുള്ള തകരാറുകൾ ബ്രെയിനിനകത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈ മനസ്സെന്ന് പറഞ്ഞാല് ശരിക്കും ഒരു അവയവമല്ല ഒരിക്കലും, നമ്മുടെ ഓൾ ബോഡിയാണ് നമ്മുടെ മനസ്സ്. മനസ്സിനകത്ത് ഇവർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇതിനകത്ത് വിക്റ്റിമായിട്ടുള്ള ആളുകൾ എത്തിപ്പെടാറുണ്ട്. അതായത് എപ്പോഴും ഇവർക്ക് ആൻസൈറ്റി ആയിരിക്കും. തന്റെ പങ്കാളി എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ പറഞ്ഞാലാണ് പുള്ളിക്കാരനത്തിൽ നിന്ന് ദേഷ്യം പിടിക്കാത്ത മറുപടി കിട്ടുക, എന്ത് പറഞ്ഞാലാണ് അയാൾക്ക് ഇഷ്ടപ്പെടുക, എന്ത് പറഞ്ഞാലാണ് ഇഷ്ടപ്പെടാത്തത്, ഞാൻ എങ്ങനെയാ പറയേണ്ടത്, ഇങ്ങനെ എപ്പോഴും ആൻസൈറ്റി ഇവരുടെ ബ്രെയിനിനകത്ത് അമിഗ്ഡാല എന്ന് പറഞ്ഞ ഒരു പാർട്ട്, ഇമോഷനെ പിന്നെ കൊടുക്കുന്ന ഒരു ഭാഗമാണ് അമിഗ്ഡാല. ഇവിടെ എപ്പോഴും ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടായിരിക്കും അമിഗ്ഡാലയുടെ ഭാഗം. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു അലേർട്ട് മോഡ്, ഒരു ഹൈപ്പർ പ്രഷർ ഇങ്ങനെ കൊടുക്കും, അമിതമായിട്ട് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഇത്തരം സ്ത്രീകളൊക്കെ പിന്നെ ഈ അമിഗ്ഡാല ഹൈ പ്രഷർ കാരണം ചെറിയ കാരണങ്ങൾ കൊണ്ട് മക്കളോടൊക്കെ പൊട്ടിത്തെറിക്കുന്നവരായിട്ട് മാറാറുണ്ട്. അറിയില്ല ഞാൻ എന്തിനാ പൊട്ടിത്തെറിച്ചത്, ഒരു ഐഡിയയും കിട്ടൂല, വെറുതെ ചിലപ്പം ചൂടാവും, നിസാര കാര്യമായിരിക്കും. ഈ അമിഗ്ഡാലയിൽ ഹൈ പ്രഷർ വരുമ്പോൾ 3 സംഭവത്തിലൂടെയാണ് ശരിക്കും അവിടെ കടന്നു പോകുക എന്നുള്ളത് പറയാറുള്ളത്. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഓർ ഫ്രീസ്. എന്ന് വെച്ചാല് അമിഗ്ഡാലയിൽ ഓവർ പ്രഷർ വരുമ്പോൾ രക്ഷപ്പെടണം, അവിടുന്ന് രക്ഷപ്പെടുക. അതായത് സിറ്റുവേഷൻ വരുമ്പോൾ, ഭർത്താവിൽ നിന്നുണ്ടാകുന്ന ഇത്തരം അറ്റാക്ക് വരുമ്പോൾ ഒന്നുകിൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യും, അതിനോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കും. പക്ഷെ ഫൈറ്റ് ചെയ്യാൻ ഇവർക്ക് നടക്കാറില്ല. പിന്നെ ഇവർക്ക് പെട്ടെന്ന് ഒരു ഫ്രീസ് മോഡിലേക്ക് എത്തും. ഇത് ഇവരുടെ ബ്രെയിനിനകത്ത് ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കണക്ഷൻ രൂപപ്പെടാറുണ്ട്. എന്ന് വെച്ചാൽ അത് യൂസ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ആയിട്ട് മാറും. ഇത് ഇവര് പുറത്തുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക, അതുമല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങളിലൊന്നും എടുക്കാൻ പറ്റാത്ത, എപ്പോഴും ഒരു ആൻസൈറ്റി ഉള്ള രീതിയിൽ ചെറിയ കാര്യങ്ങളെയൊക്കെ ഭയപ്പെടുക, ഡിപ്രഷൻ മോഡിലേക്ക് പോവുക, ഉറക്കക്കുറവ്, ഭക്ഷണത്തിൽ പിന്നെ താല്പര്യം കുറയുക, അങ്ങനെ കടന്നിങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ ബോഡിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ വരാറുണ്ട്. വയറ് കാളല്, വയറ് എരിച്ചില്, അതേപോലെ തന്നെ ആസിഡിറ്റി, വയറിനെപ്പോഴും പ്രശ്നങ്ങള്, ഇതൊക്കെ ഇതിന്റെ ഒരു അനന്തര ഫലമായിട്ട് പലരിലും ഒരുപാട് ആശുപത്രികളിൽ കാണിച്ചിട്ട് മാറാത്ത അസുഖങ്ങളെയൊക്കെ ഇവരുടെ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് അതൊക്കെ പതിയെ ഹീൽ ചെയ്ത് തെറപ്പി കൊടുത്ത് മാറ്റിയെടുത്തപ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെ തിരിച്ചറിയുന്നത്. ഒരുപാട് ആളുകൾ എനിക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്, ഞാനൊക്കെ എന്തിലായിരുന്നു പെട്ടതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പോവുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ നാർസിസത്തിനെ നമ്മൾ ഒരിക്കലും ഒരു ചെറിയൊരു ടോപ്പിക് കൊണ്ട് ചെറുതാക്കിയിട്ട് കാണേണ്ട ഒന്നേ അല്ല. ഈ ചെറുതാക്കി കാണുന്നതിന്റെ അപ്പുറത്തേക്ക് വലിയൊരു വലിപ്പം ഈ നാർസിസത്തിനുണ്ട്. ഇത് നിങ്ങളുടെ ആളുകളുടെ ഏത് ടൈപ്പിലാണ്, ഇപ്പം നാർസിസ്റ്റിക്കൽ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന ചില ആളുകൾ, നമ്മൾ ചോദിക്കും മിണ്ടാണ്ടിരുന്നാ പോരെ, മിണ്ടിപ്പിക്കും, ബൈറ്റിംഗ് എന്നാണ് അതിന് പറയാം. ചൂണ്ടടും ചൂണ്ടയിൽ ഇര കോത്തിട്ട് ഇട്ട് തരും. എന്താ ഇക്കാരം എന്ന് പറയാം, ഇര നമ്മൾ പോലും ചിന്തിക്കാത്ത കള്ളക്കഥ നമ്മളെ കുറിച്ച് പറയും.
അന്നെ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ വേറൊരുത്തന്റെ കൂടെ ബൈക്കിൽ പോണത് കണ്ടിട്ട് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചു, തെളിവ് ഇവിടെ ഉണ്ട് പറയും, തെളിവ് ഇവിടെ ഉണ്ട് പറയും. മുണ്ടാടിയിരിക്കുന്ന ആള് അവിടെ എന്തായി, റിയാക്ട് ചെയ്യേണ്ടി വരികയാണ്. റിയാക്ട് ചെയ്യിപ്പിക്കും. റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഇയാളിലേക്ക് അറ്റൻഷൻ എങ്ങാനും ചിലപ്പോ ആ പെൺകുട്ടി ഏതെങ്കിലും ഒരു തരത്തില് കഷ്ടകാലത്തിന് ആരുടെയും ബൈക്കിന്റെ പിറകെ പോയിട്ടുണ്ടെങ്കിൽ അതും കുടിക്കും. തെളിവുണ്ടോ, ഞാൻ അങ്ങനെ പോയിട്ടുണ്ടല്ലോ. അവിടെയും ഈ ആളെ, ഈ പാവത്തിനെ മറ്റൊരു തരത്തിലേക്ക് കറക്കി പിന്നെ ചൂണ്ട പുള്ളി വല്ല ഇങ്ങനെ വലിച്ചു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ചൂണ്ട വലിച്ചതിന് ശേഷം പിന്നെ ഗ്യാസ് ലൈറ്റിങ്. ഇങ്ങനെ ഞാനെന്ന വ്യക്തി എന്താന്ന് പോലും അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പലരും. വ്യക്തിത്വം നഷ്ടപ്പെടും. ഇനി നിങ്ങൾ ഇത്തരക്കാരുടെ പിടിയിലാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അവരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത്? പേടിയാകണം. ഇവരെ നിങ്ങൾ നന്നായിട്ട് പേടിക്കണം. എന്ന് വെച്ചാല് ഇവർ ചെയ്യുന്നത് അടുത്ത നിമിഷം എന്താണെന്ന് പോലും ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള നിങ്ങൾക്കുള്ളിലെ എല്ലാവിധ സാധനങ്ങളെയും ക്യാമറ കണ്ണുപോലെ നിങ്ങളുടെ കൂടെ നിന്ന് ഒപ്പിയെടുത്ത് തന്റെ ഇര ഒരിക്കലും തന്റെ കൊക്കിനകത്ത് നിന്ന് പറന്നു പോകാതെ ചാടിപ്പോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ഇരയെ നിരന്തരം ടോർച്ചർ ചെയ്ത്, മെന്റൽ ടോർച്ചർ ചെയ്ത് ആ ഇര പോകാൻ നേരം കാല് പിടിച്ച് വീണ്ടും കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം ലക്ഷക്കണക്കിന് ആളുകൾ. ഹൗ ഡു യു എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഓടിപ്പോവുക. അതിന് ഒന്നാമത് സാധനമാണ്. അവരുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് എസ്കേപ്പിസം സാധ്യമല്ല. ആദ്യം തിരിച്ചറിയുക, എന്നിട്ട് സ്വന്തത്തെ ഒന്ന് വളർത്തുക. സ്വന്തം കഴിവുകൾ എവിടെയൊക്കെയാണോ നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത്, നിങ്ങൾ ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കരിയറുകൾ, നിങ്ങളുടെ പ്രൊഫഷനുകൾ, നിങ്ങളുടെ എല്ലാ സ്കില്ലുകളെയും ഇവർക്ക് വേണ്ടി ഇവരിങ്ങനെ അടിയറവ് വെപ്പിച്ചിട്ട് എന്ത് ചെയ്യും? അതിനുശേഷമാണ് നിങ്ങളുടെ ഈ നാർസിസത്തിലൂടെ കൊണ്ടുപോവുക. അതൊക്കെ നിങ്ങൾ പൊടി തട്ടിയെടുക്കുക. വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുണ്ടോ? പൂർത്തിയാക്കുക. ജോലിയിലേക്ക് പോകാനുണ്ടോ? പൂർത്തിയാക്കുക. എവിടേക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാറ്, സ്വന്തത്തെ വളർത്തുക. അതിന് ആദ്യം വേണ്ടത്, ആ ട്രോമക്കകത്ത് നിങ്ങൾക്കുള്ളിലെ ആ വയറിംഗ് സിസ്റ്റത്തെ മുഴുവനായിട്ട് റീവയർ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് ഹീൽ ചെയ്യുന്ന നല്ലൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. എന്നിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ. പക്ഷെ എന്നാലും അവർ വിടൂല, പിന്നാലെ കൂടും, അപമാനിക്കും, കള്ളക്കഥകൾ ഉണ്ടാക്കും, ഇല്ലാത്ത കഥകൾ പറയും, നാട്ടിൽ ആക്ഷേപിക്കും, അധിക്ഷേപിക്കും, നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് പറയും, ബാക്കിയുള്ളവരെ കുറിച്ച് പറയും. നമ്മുടെ വായയിൽ നിന്നൊരു നാവിൽ നിന്നൊരു തുമ്പ് അക്ഷരത്തിന്റെ ഒരു കഷ്ണം പോലും ചിതറാത്ത വിധത്തിൽ നമ്മളെ ലോക്ക് ചെയ്യാനും നാസിസത്തിന് കഴിവുണ്ട്. കാരണം ഇതൊക്കെ ഇവരുടെ കരവിരുതുകളാണ്. ഇവർക്ക് എന്തും ചെയ്യാൻ കഴിയും, എങ്ങനെയും മുന്നോട്ട് പോകാൻ കഴിയും. നാസിസത്തിന്റെ പിടിയിലുള്ള ആളുകളെ, എൻ്റെ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ പോയിട്ടുണ്ട് വീട്ടിൽ പോയാണ്ട് ഭർത്താവിനോടും അമ്മനോടും ഇവരോടും പോയിട്ട് നിങ്ങൾ നാസിസ്റ്റാണെന്ന് പോയി പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് ഇതിന്റെ പിന്നെ എന്താ പറയാ, ഇതിന്റെ സൂചനകളും ലക്ഷണങ്ങളും ഇത് അഡ്രസ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും നിങ്ങൾക്ക് ആരും അധികാരം തന്നിട്ടില്ല. അതിന് നിങ്ങൾ നല്ലൊരു പ്രൊഫഷണലിന്റെ സഹായത്തോടെ അതിനെ കൃത്യമായി തിരിച്ചറിയുമ്പോൾ മാത്രമാണ് NPD എന്താന്നുള്ളത് തിരിച്ചറിയുക. അപ്പൊ ഇന്ന് ഈ ഫോണ് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ചിലരൊക്കെ ചിലപ്പോൾ ഭർത്താവിനെ അങ്ങനെ നോക്കുന്നുണ്ടാവും, ഈ പറഞ്ഞതാണല്ലോ ഇയാള് പഹേനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെടുത്ത് പോയിട്ട് നാസിസ് ആണെന്ന് പോയി പറയാൻ നിൽക്കണ്ട. ഇനി അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പണി നിങ്ങൾക്ക് വേറെ വരും. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ വേണ്ടത് സ്വന്തത്തെ വളർത്തുക, സ്വന്തത്തെ ഉയർത്തുക, സ്വന്തത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവരോട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയാണ് പഠിക്കേണ്ടത്. മിണ്ടാതിരിക്കരുത് കേട്ടോ, മിണ്ടാതിരിക്കാൻ പാടില്ല. നിങ്ങൾ അവരോട് മറുപടി പറയണം. എങ്ങനെ? വളരെ മനോഹരമായിട്ട് നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുക. നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പൊ അത്ര അങ്ങോട്ട് വേദന ഉണ്ടാകുന്നില്ല, എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, ഞാൻ എന്താണെന്നറിയില്ല, ഇപ്പൊ ഞാൻ വളരെ വേറൊരു മൂഡിലാണ് എന്ന് രീതിയിൽ അവരോട് മറുപടി പറയുക. അവരുടെ മുന്നിൽ സന്തോഷം വല്ലാണ്ട് പ്രകടിപ്പിക്കരുത് കേട്ടോ. സന്തോഷം നിങ്ങൾ വല്ലാണ്ട് പ്രകടിപ്പിക്കരുത്. അതേപോലെ തന്നെ നിങ്ങളെ ബാധിക്കുന്ന രഹസ്യങ്ങൾ ഒരു സാധനവും, നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു സാധനവും പറയരുത്. ഇതിനോടൊന്നും കുറെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, തലേ കയ്യേക്കുന്നുണ്ടാവും ഈ കേട്ടവരൊക്കെ. ഓക്കെ. ഇനി പറയാത്തതുണ്ടെങ്കിൽ അതും കൂടി ബാക്കി കൊടുക്കണ്ട. രഹസ്യങ്ങൾ പറയരുത്. ഇവർക്ക് മൈ ഡയഗ്നോസ് വിത്ത് ഓക്കെ ഇവർക്ക് എന്താന്ന് വെച്ചാല് ഇവരുടെ സന്തോഷം നിങ്ങളുള്ളപ്പം മാത്രമേ പാടുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി. അവരിലൂടെ മാത്രമേ നിങ്ങളെ സന്തോഷത്തെ കാണിക്കാവൂ. നിങ്ങളുടെ കുടുംബക്കാരെ കൂടെയോ
കൂട്ടുകാരുടെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും പോയിട്ട് നിങ്ങൾ ഹാപ്പി ആവാൻ പറ്റൂല. അങ്ങനെ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ ആ ഹാപ്പി മൊമെന്റിനെ മുഴുവനും കുട്ടിച്ചാളാക്കും. അവിടെ വന്നിട്ട് ഫോൺ ചെയ്തിട്ട് മറ്റേ അവിടെയൊക്കെ ചിലരൊക്കെ ഉണ്ട് ടൂറൊക്കെ പോകും. ഫാമിലിന്റെ ഒപ്പം സ്വന്തം ഫാമിലിന്റെ ഒപ്പം പോകുമ്പോൾ സമ്മതം കൊടുക്കും ആദ്യം, അതാണ് രസം. ചിലപ്പം അനുവാദം ചോദിക്കുമ്പം ആ എന്താച്ച ചെയ്തോ അറിയും, ഞാൻ അങ്ങനെ പോട്ടെ, ഓക്കെ. ഈ എന്താച്ച ചെയ്തോ എന്നുള്ളത് പാവങ്ങൾ അനുവാദമായിട്ട് എടുക്കൂട്ടോ. അങ്ങനെ അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് പോകുമ്പോൾ ഈ എവിടേക്കാ പോണത്, ടൂർ ആരോട് ചോദിച്ചിട്ടാ പോണത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് നിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ മാസം ഇതുപോലെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ടോ? അതിന് കിട്ടിയ പണി നീ മറന്നിട്ടുണ്ടോ? എന്തൊക്കെ ശേഷമാണ് ഞാനത് പിന്നെ നിന്നെ ക്ഷമിച്ചത്, അങ്ങോട്ടാക്കിയത് ഇങ്ങോട്ടാക്കി. അപ്പൊ നിങ്ങൾ എന്നല്ല പറഞ്ഞ എന്നോട് ടൂറിന് പോയിക്കോളി എന്നുള്ളത്. ഞാൻ ടൂറിന് പോണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംവിധാനത്തിനെ തന്നെ അങ്ങോട്ട് ഇല്ലാത്ത, ഇനി അഥവാ ടൂറിനൊക്കെ പോയി എന്ന് കൂട്ടാം, ഇവരെ ധിക്കരിച്ചു. ചിലപ്പോൾ മൗനാനുവാദം കൊച്ചി തന്നു പോയി, തിരിച്ചു വരുവോളും വീഡിയോ കോളും ഇവരുടെ അറ്റൻഷനിൽ ഇങ്ങനെ ഇവര് നിർത്തിയിട്ട് എന്ത് ചെയ്യും, ഇവരുടെ സന്തോഷത്തെ മുഴുവനും ഇയാൾ ഇവിടെ നിന്നിട്ട് പാനിക് ആക്കി ആ സന്തോഷത്തെ മുഴുവനും ഫ്രീസ് ആക്കും. അവര് ചിരിക്കാൻ കഴിയില്ല, ഒന്ന് ഡാൻസ് ചെയ്യാൻ കഴിയില്ല. ക്യാമ്പ് ഫയർ ഒക്കെ ഡാൻസ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇയാൾ വിളിച്ചിട്ട് അതിനെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കും, ആ ഫയറും ഒക്കെ കിടും. വേണ്ടില്ലേനും തോന്നും, പണ്ടാറടങ്ങ ടൂർ തന്നെ വേണ്ടില്ലേനും തോന്നും. ബാക്കിയുള്ളവർ മുഴുവൻ പാട്ടും പാടി കൈയൊട്ടി പോകും. ഈ സാധു ആകെ മൂടിയായിട്ട് ഇനി വീട്ടിലെത്തിയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇത്രത്തോളം ആക്കിയിട്ട് അതിനെ അങ്ങോട്ട് വേറൊരു കോലത്തിലേക്ക് കൊണ്ടുപോകും. ഇത് ഇവരുടെ ഒരു രീതിയാണ്. ഇതിനൊക്കെ ഭേദിച്ചിട്ട് നമുക്ക് ഇവരുടെ മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാല് അത് വലിയ പ്രയാസമാണ്. നിൽക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സ്ട്രെങ്തൻ ആക്കണം, സ്ട്രോങ് ആക്കണം, പിടിച്ചു നിൽക്കാൻ കഴിയണം. നമ്മൾ തളരരുത്, നമ്മൾ ഡിപ്രഷനിലേക്ക് വീണു പോകരുത്, ആങ്സൈറ്റിയോടെ നിൽക്കരുത്, സെൽഫ് ലവ് ഇല്ലാത്തവരായിട്ട് മാറരുത്. സെൽഫ് ലവ് ഉണ്ടാക്കുക, സ്വന്തമായ പിന്നെ മേഖലകളിലെ പഠനങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ല പ്രൊഫഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൂടെ വളരുന്ന മക്കളിൽ ആരെങ്കിലും ഈ ഒരു ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ മക്കളെ ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകളെ ഇവർ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് പോയിന്റ് ചെയ്തിട്ട് അവരുടെ ആളാക്കി മാറ്റുന്ന ഒരു പ്രവണത അവർക്ക് ഉണ്ടാവും. എന്നിട്ട് അമ്മയ്ക്കെതിരെയുള്ള ഒരു വെപ്പൺ ആക്കിയിട്ട് ഈ മകനെ അല്ലെങ്കിൽ മകളെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കട്ടോ. ചോദിക്കുമ്പോത്തിന് സാധനം എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ്. എന്നിട്ടൊരു അച്ഛൻ കുട്ടിയായിട്ട് മാറ്റും. അമ്മ ഒരു താടകയാക്കിയിട്ട് മാറ്റിയിട്ട് മകന്റെ ഉള്ളില് അമ്മയ്ക്കെതിരെയുള്ള വിദ്വേഷം അറിയാണ്ട വളർത്തിക്കൊണ്ടു പോകുന്ന മകനെ ഉപയോഗിച്ച് അമ്മയുടെ മുഖത്തടിച്ച നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അടുപ്പിച്ച വരെ ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന് കരുതി ഇപ്പൊ കേട്ടിട്ട് നിങ്ങൾ ആരുപ്പുള്ള ജീവിതത്തിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളിപ്പോ അതിൽ യൂസ്ഡ് ആയി പോയിട്ടുള്ള ആളുകൾ ആരെങ്കിലും നാർസിസത്തിന്റെ പിടിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, അവരോട് ബെഗ് ചെയ്യുന്ന അവസ്ഥകൾ ഒഴിവാക്കട്ടോ. അവരെങ്ങനെ ബെഗ് ചെയ്യുന്ന രീതിയിലുള്ള ലെവലിലേക്കാണ് അവർക്ക് എപ്പോഴും സപ്ലൈ കിട്ടണം. ഇവരുടെ ബ്രെയിനിൽ ഒരു സപ്ലൈ വേണം. ഈ സപ്ലൈ ഇങ്ങനെയാണ്: പവർ, കൺട്രോൾ, പരിഗണന, അറ്റൻഷൻ. പരിഗണിക്കാത്തവരെ വലിയ പുച്ഛ. എവിടെയെങ്കിലൊക്കെ വീട്ടിലൊക്കെ കയറിപ്പോയാല് പാവം ചെറിയ മക്കളൊക്കെ ആയിരിക്കും, 10 വയസ്സൊക്കെ ആയ, അവരിവരെ കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിൽ ആ കുട്ടിനെ വരെ കുറ്റം പറയും. തന്തന്റെ മോനല്ലേ, ലോക്കൽ സ്വഭാവം. ഇങ്ങനെ ഒരു തരത്തിലും മനുഷ്യനുമായിട്ട് ഒരു എമ്പതി ഇല്ലാത്ത, മനുഷ്യനോടൊരു സ്നേഹമില്ലാത്ത, വലിയ ആർഭാടപരമായ ആളുകള് പിന്നെ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് സംഭാവനക്ക് കൊടുക്കുള്ളൂ കേട്ടോ. തന്റെ പേരിങ്ങനെ കേൾക്കുന്നിടത്ത് അവിടെ പോയിട്ട് വലിയ ആളായിട്ട് അംഗീകാരങ്ങൾ ചോദിച്ചു വാങ്ങും. മലിഗ്നന്റ് നാർസിസം ഉള്ളവര്, അംഗീകാരങ്ങൾ കിട്ടാത്തവര് അത് ചോദിച്ചു പോകും. പണത്തിന്റെ ജാട കാണിക്കുന്നവർ. ഞാൻ പറഞ്ഞല്ലോ, ഈ നാർസിസം എന്ന ഈ പേഴ്സണാലിറ്റി എല്ലാവരും ഒരേ രീതിയിലുള്ള ക്യാരക്ടർ ബിഹേവിയർ അല്ല, വ്യത്യസ്തമാണ്. നമുക്ക് പോലും പിടുത്തം കിട്ടാത്ത തരത്തിലുള്ള അതിവ്യത്യസ്തമായ രീതിയിലുള്ള പേഴ്സണാലിറ്റിയിലായിരിക്കും. അപ്പൊ ഇവരുടെ ഇടയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ആദ്യം നിങ്ങളെ ഒന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തത്തിലേക്ക് ഇനി ഇത്തരം ആണികൾ കേറൂല എനിക്ക് എന്ന മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ സൈഗ്രാമിന്റെ കീഴിൽ തന്നെ 10 ആൾക്കാർക്ക് മാത്രം കേട്ടോ, 10 സ്ത്രീകൾക്ക് മാത്രം ഓഫ്ലൈൻ ആയിട്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ
നിങ്ങളുടെ ചൈൽഡ് ട്രോമകളോ നിങ്ങൾ ഇതുവരെ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമകളോ ഒക്കെ ഒരു ഹീലിംഗ് മാസ്റ്ററി ഹീൽ ചെയ്തിട്ട് നിങ്ങളൊരു ഫ്രഷർ മൈൻഡാക്കി മാറ്റുക. ഞായറാഴ്ച, നാളെയല്ല, അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക് 10 പേർക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്ക് ഗ്രൂപ്പിലെ അഡ്മിനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതിനൊരു ഫീയും കൂടെ ഉണ്ട് കേട്ടോ, വെറുതെ തരുന്നില്ല. 2500 രൂപയുള്ള സാധനമാണ്. ആ സാധനം വെറും 499 രൂപ, 500 രൂപക്ക്. ആ 500 നിങ്ങൾ ഇട്ടാലേ നിങ്ങൾക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതിൽ സാന്ദർഭികമായിട്ട് ഇതിനകത്ത് പറഞ്ഞതാണ്. നിങ്ങൾ പല ട്രോമകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, നിങ്ങൾ സ്റ്റക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പ്രൊഫഷണൽ ബേസ്ഡ്, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെയൊക്കെ നിങ്ങൾ ഇമോഷണൽ ഈ ബ്ലോക്കുകൾ അത് ക്ലീൻ ചെയ്യാതെ ഒരു രക്ഷയില്ല. കാരണം ന്യൂറോപ്ലാസ്റ്റിസിറ്റി നിങ്ങൾക്ക് മറ്റൊരു മോഡൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് തിരിച്ചറക്കണം. അത് സബ് കോൺഷ്യസിൽ നിന്ന് തന്നെ തിരിച്ചറക്കാത്തയിടത്തോളം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടൂല, ഒരു ലക്ഷ്യബോധം നിങ്ങളിത് തെളിയൂല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനോഹരമായിട്ടും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾക്കായിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ മൈക്ക് ഓൺ ആക്കിയിട്ട്, ആരെയും വിളിക്കുന്നില്ല, ഓരോരുത്തർ വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഇനി വളരെ മനോഹരമായി യൂസ്ഫുൾ ആയ മറ്റൊരു ടോപ്പിക്, അല്ലെങ്കിൽ നാസിസത്തിന്റെ ബാക്കി തന്നെ വേണമെങ്കിൽ അങ്ങനെ ആയിട്ട് വരണമെങ്കിൽ നിങ്ങളടുത്തുനിന്ന് അതിന്റെ ഒരു സാധനം വരണം, ഫീഡ്ബാക്ക്. ഇത് നിങ്ങൾ ഇതിനകത്തുനിന്ന് വന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങൾ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നില്ല. ആരുടെ മുന്നിലും ഇത് പറയാനുള്ള ഒരു അവസരം കിട്ടുമ്പം, അവിടേക്ക് മുന്നിലേക്ക് വരുമ്പം നിങ്ങളൊന്ന് വ്യക്തിത്വത്തെ നിങ്ങൾ പോയിന്റ് ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു 5 മിനിറ്റ് ഇനി ഇതിനകത്ത് പറയാൻ അവസരം കിട്ടാത്തവര് ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു വോയിസിലെങ്കിലും നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം നിങ്ങൾ പ്രകടിപ്പിച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് പറയുക വഴി ഞാൻ എന്ന വ്യക്തി ഇത്ര സമയം ചെലവഴിച്ച ആ സമയത്തിന്റെ വാല്യൂ, അതിൽ നിന്ന് കിട്ടിയ കണ്ടന്റും നമ്മളിലേക്ക് വരും. ഒരു 5 മിനിറ്റ് ആരെയും വിളിക്കുന്നില്ല, കയറി വന്ന് പറയാം. ഹലോ ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. സാറ് പറഞ്ഞത് കറക്റ്റാണ്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് കറക്റ്റാണ്. ഒന്നും കറക്റ്റ്, എല്ലാ കാര്യം കറക്റ്റാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നേരിട്ട് ഒരു കൗൺസിലിംഗ് ക്ലാസ് ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങള് ഇപ്പൊ പുറത്താണുള്ളത്. കറക്റ്റ്. അതിന്റെ മുന്നേ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടോ, കറക്റ്റാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യാന്ന് വിചാരിച്ചത് സാറെ. നമ്പർ സേവ് ചെയ്ത് വെച്ചത്. നല്ല ക്ലാസ്, ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ഷൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് അതെ, 99% കറക്റ്റ്. ഇനി പോയിട്ട് പുള്ളിനോട് പോയിട്ട് നിങ്ങൾ ഞാൻ ക്ലാസ് കേട്ടു, നിങ്ങൾ നാസിസ്റ്റാണെന്ന് പോയി പറയാൻ നിൽക്കരുത് കേട്ടോ. അയാൾ ഇനിയും കൂട്ടി അടിക്കാൻ വരും. ഓക്കെ, അടുത്ത ആള് വരാം. നല്ല ക്ലാസ്. ഹലോ, ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല, ക്ലാസ് ഉണ്ടായിരുന്നു എക്സാം ഒക്കെ ആയിട്ട്. നല്ല ക്ലാസ്, കേട്ടിടത്തോളം അടിപൊളി ക്ലാസ് ആയിരുന്നു. ഒക്കെ കേൾക്കാൻ പറ്റിയില്ലല്ലോ നല്ലൊരു. നമുക്ക് നോക്കാം, ചിലപ്പം അതിന്റെ റെക്കോർഡ് ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ റെക്കോർഡ് ആവാൻ പറ്റും നോക്കാം. താങ്ക് യു, വാല്യുബിൾ കമന്റ്. ഹലോ, ഞാൻ ശനിയാഴ്ച ക്ലാസ് കേൾക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ സാറൊന്ന് ക്ലാസ് കേൾക്കാൻ പറഞ്ഞു, ഞാനിന്ന് കയറി. ശരിയാണ് സാർ പറഞ്ഞത്, ക്ലാസ് കേട്ടു അറിയാൻ പറ്റും. അതെ, കേട്ടു നോക്കൂ, അറിയാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞതിൽ ശരികളാണ് സാർ. കാര്യങ്ങളെല്ലാം
കറക്റ്റായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ക്ലാസ് കേൾക്കാൻ പറ്റിയതും ക്ലാസ് തരാനും സാറിന് കഴിഞ്ഞ ഒരുപാട് താങ്ക്സ്. ഞാൻ കോണ്ടാക്ട് ചെയ്യാം സാർ. ഹലോ ഹലോ സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഇതുപോലെ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സാർ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞില്ലേ ഇതിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ വരുന്ന സെഷനിൽ നമുക്ക് അതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ സ്വന്തത്തെ വളർത്തിയെടുക്കുക, നമ്മൾ കട്ടായി പോയ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ, അതുപോലെ ഇവരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണ സമയത്ത് മിണ്ടാതെ നിൽക്കരുതെന്നും പറഞ്ഞില്ലേ. അപ്പോൾ അതെങ്ങനെ ഈ രണ്ടാമത് പറഞ്ഞ പാർട്ടില്ലേ, തീരെ വേർഡ് ഞാൻ മറന്നുപോയി. രണ്ടാമത്തെ സെഷനിൽ പറഞ്ഞ കോവേർട്ട് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് അവരുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നതിന് പകരം എങ്ങനെ അവരെ ഡീൽ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു കോവേർട്ടുകൾ നമ്മളെ കൂടുതൽ പ്രകോപിപ്പിക്കൂല. കോവേർട്ടുകൾ നമ്മളെ ഉള്ളിൽ കൂടെ വെടിവെപ്പാണ് അവരെ പരിപാടി. അവർ ഡയറക്റ്റ് അറ്റാക്ക് കുറവായിരിക്കും കോവേർട്ടുകൾ കേട്ടോ. ഓവേർട്ടുകളല്ല, കോവേർട്ടുകൾ. അപ്പൊ അവര് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള, അപ്പൊ അവരെ ചെയ്യുന്നത് അവര് മാനിപ്പുലേറ്റിംഗ് കിങ് ആയിരിക്കും. ആ മാനിപ്പുലേഷനിൽ നമ്മൾ ഇരകളായിട്ട് അവരോട് ചോദിക്കാൻ പോയത്. നമ്മളെ കുറിച്ചൊരു കഥ വേറുള്ളവരോട് നമ്മൾ അറിയാതെ അവർ പറയും. ഈ പറഞ്ഞ കഥ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ എന്ന് പോയിട്ട് ചോദിക്കാൻ നിൽക്കരുത്. ആ നേരം പ്ലേറ്റ് മറിക്കും. നീ ചോദിച്ച കാര്യം വേറെ തരത്തിലാക്കി മാറ്റിയിട്ട് ചോദ്യത്തെ മാത്രം കുറ്റമാക്കി മാറ്റും. അതുകൊണ്ട് അവരുമായിട്ട് നമ്മൾ വല്ലാതെ കമ്മ്യൂണിക്കേഷന് പോവാത്തതല്ലേ കമ്മ്യൂണിക്കേഷന് നമ്മുടെ കാര്യങ്ങൾ പറയുക, അവരുടെ കഥകളിലേക്ക് നമ്മൾ ചോദ്യം ചെയ്യാനും അവർ പറഞ്ഞതിനെ നമ്മൾ ഗണ്ണിച്ചുകൊണ്ട് ചോദിക്കാനും നിൽക്കരുത്. ഓക്കെ, അത് ഇൻഡയറക്റ്റ് അറ്റാക്ക് ആണ് അവരിൽ ഉണ്ടാവുക. സൂക്ഷിച്ചു. നമ്മളെ കടമകൾ അല്ലെങ്കിൽ അവരായിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് വെച്ചാൽ, അപ്പോൾ ഇൻ കേസ് അതൊരു മദർ ഇൻ ലോ ആണെങ്കിൽ നമ്മൾ അത് ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ. അതൊരു ക്യാരക്ടറാണ്. ഓക്കെ ഓക്കെ. ഇനി ആരാ നെക്സ്റ്റ് ഉള്ള? ഹലോ പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു സർ. എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. ഞാൻ മുമ്പ് സാറിന്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പുറത്താണുള്ളത്. അപ്പോ ശരിക്കും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് സാർ പറയുന്നത്. ഇതൊന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന്. പുറത്ത് കിടക്കാനുള്ളതാണ് ഞാൻ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞത്. നമ്മൾ സെൽഫ് വാല്യൂ ഉണ്ടാക്കുക, സ്വന്തം കാര്യങ്ങൾ, പ്രൊഫഷണലുകൾ. നമുക്ക് പക്ഷെ അതിന് പോലും ഇങ്ങനെയുള്ള ഒരു കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിന് പോലും കഴിയാത്തൊരവസ്ഥയാണ്. കൂടെ നിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു നല്ലൊരു പ്രൊഫഷണൽ സപ്പോർട്ടിൽ ആദ്യം നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ആയിട്ടുള്ള ഒരു വയറിംഗ് സിസ്റ്റം ആണ്. ആ വയറിംഗ് സിസ്റ്റത്തെ ഒന്ന് റീവയർ ചെയ്തിട്ട് നമ്മൾ മറ്റൊരു കണക്ഷൻ ഉണ്ടാക്കുക, ഒരു ന്യൂറൽ പാത്വേ ക്രിയേഷൻ. അത് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ഒരു 21 ഡേ ടെക്നിക്ക് എന്നൊക്കെ ഉണ്ട്. അതിലൂടെയാണ് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാകുന്നതും നമ്മുടെ ഒരു ബിഹേവിയറിനെ മറ്റൊരു ബിഹേവിയറിലേക്ക് കണക്ട് ചെയ്യുന്നതും. ഓക്കെ, ഒരു പ്രൊഫഷണൽ സപ്പോർട്ടിലൂടെ സാധ്യമാകുന്നതാണ്, ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ നാട്ടിൽ വരുന്നുണ്ട് ഈ മന്ത്. അപ്പോൾ സാറിന്റെ അടുത്ത് എന്തായാലും കൺസൾട്ടേഷൻ എടുക്കണം. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ അമ്മായിയമ്മ കോവേർട്ടിനാർക്കാണ്. അപ്പൊ അവരോടൊപ്പം താമസിച്ചപ്പോ ആദ്യം മുതലേ സംസാരമൊന്നുമില്ല, എന്നോട് സംസാരമൊന്നുമില്ല, കുറ്റപ്പെടുത്തി സംസാരങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികളായപ്പോൾ കുട്ടികളെ ഉപദ്രവിക്കുന്ന തരത്തിലും അവരെ ജീവന് തന്നെ വരുന്ന വിധത്തിലൊക്കെ ഉണ്ടായി. അപ്പോ എന്നെ ഒരു മാനസിക രോഗിയായിട്ടൊക്കെ ആൾക്കാരുടെ മുന്നിൽ ചിത്രീകരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വേറെ വീടൊക്കെ വെച്ച് അങ്ങനെ താമസിക്കുകയാണ്. അപ്പോഴ് അച്ഛൻ മരിച്ച സമയത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായി. പിന്നെ ഹസ്ബൻഡിന് ആർക്ക് തന്നെയാണ്. അപ്പൊ അവർ രണ്ടുപേരും കൂടി എനിക്കും മക്കൾക്കും വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഞാന് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞ് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് അവരെ ഇവിടെ ഇപ്പൊ 5 വർഷമായിട്ട് ഇവിടെ അടുപ്പിക്കുന്നില്ല. ഞാൻ അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിന് ഞാൻ നിൽക്കാറുമില്ല. അപ്പൊ ആളുകളുടെ മുന്നിലൊക്കെ ഞാൻ ഏറ്റവും മോശമായ ഒരു മരുമകള്, അമ്മയെ നോക്കുന്നില്ല, ഒരു മകനാണ്, ബാക്കി 2 പെൺമക്കളുണ്ട്, അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ കൂടെ നിന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോഴും അമ്മയെ ഇങ്ങ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൊണ്ടുവന്നാല് എനിക്ക് ഭയങ്കര ഭയമാണ്. ഇനിയും ഞങ്ങളുടെ ലൈഫ്
അവര് സ്പോയിൽ ചെയ്യുന്നുള്ള രീതിയിൽ. കാരണം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരെ ജീവന് വരെ ഭീഷണിയാവുന്ന വിധത്തിലൊക്കെ പ്രവർത്തികളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ല, അവര് കൂടുതൽ ആളുകൾ ചെയ്യാറുള്ളത് അവര് കുട്ടികളെ പാരന്റ്സിനേക്കാൾ അപ്പുറത്തേക്ക് കുട്ടികളെ ഇവര് കയ്യിലെടുക്കാറുണ്ട്. കുട്ടികൾക്ക് അമിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഒരു ഗ്രാൻഡ് ഫാദറിന്റെയും ഗ്രാൻഡ് മദറിന്റെയും റോള് പാരന്റ്സിനെക്കാളും മേലേക്ക് കൊണ്ടുവരാറുണ്ട്. രണ്ട് വിധത്തിൽ സംഭവിക്കാറുണ്ട്. കുട്ടികളെ അപായപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരിൽ മറ്റൊരു പേഴ്സണാലിറ്റിയും കൂടി കണക്റ്റീവ് ആണ്. നോക്കാം, അങ്ങനെയും കൂടി ഉണ്ട്. ഓക്കെ, ഏതായാലും നിങ്ങൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തത് നിങ്ങളിപ്പോ പറഞ്ഞു ഒറ്റ മോനാണ്, അവർക്ക് വേറെ മക്കളില്ലല്ലോ അല്ലേ? 2 പെൺമക്കളുണ്ട്. അവര് ഇവരുടെ എല്ലാ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അമ്മായിമ്മക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പൊ 75 വയസ്സുണ്ട്. പെൻഷനൊക്കെ ഉണ്ട്. 75 വയസ്സാണ്. ഓക്കെ. ഇനി പിന്നെ പതിയെ പതിയെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയും. ഓക്കെ, പക്ഷെ 75 ആയാലും 80 ആയാലും കുഴിയുടെ അടുത്തെത്തിയാലും അവരുടെ ക്യാരക്ടറിൽ ചേഞ്ചിങ് ഉണ്ടാവില്ല. അത് അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അവർക്ക് അതിന്റെ ഫിസിക്കൽ പിന്നെ സ്ട്രെങ്ത് കുറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ അവരിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുണ്ടാവും. 75 ആയിരുന്നെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണോ എന്ന് സ്വയം നിങ്ങൾ വിലയിരുത്തുക. എത്രത്തോളം നിങ്ങൾക്ക് അതിന്റെ ആഘാതം കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ തീരുമാനത്തെ നിങ്ങൾ കൊണ്ടുപോവുക. കേട്ടോ? ഓക്കെ ഓക്കെ, ഇനി ഓക്കെ, വെൽക്കം. ഇനി ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാന്? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങളുടെ വിലയേറെ ഈ പറഞ്ഞവരും ഒന്ന് ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായത്തെ പങ്കുവെച്ചാൽ മറ്റുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഓക്കെ, ഏതായാലും എല്ലാവർക്കും കേട്ടവർക്ക് നന്ദി, നമസ്കാരം. വിഷമുള്ളത് ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ഏതോ ഒരു സിനിമയില് സുരാജ് വെഞ്ഞോറമോട് പ്ലേ ബട്ടൺ ഓണാക്കാൻ മറന്നതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് കഴിഞ്ഞ് നോക്കിയാലേ അറിയുള്ളൂ. നോക്കാം, ഉണ്ടെങ്കിൽ ശ്രമം നടത്താം. കേട്ടോ? ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ. ഹലോ.